Good afternoon. Welcome back to Easy Classes. First of all, thanks for being here in my YouTube channel. Today we have to discuss about the last part of the chapter Sexual Reproduction in Flowering Plant. We have to discuss about the post-fertilization events and structures. Okay. Already നമ്മൾ pre-fertilization events-ൽ microsporogenesis, megasporogenesis, pollination, different type of pollination agents, and also double fertilization is discussed. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിന്, സൈഗോട്ടിന്. പിന്നെ ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസും സൈഗോട്ടും ഇരിക്കുന്നത് എവിടെയാണ്? എംബ്രിയോസാക്കിലാണ്. എംബ്രിയോസാക്ക് ഈസ് ഫൗണ്ട് ഇൻസൈഡ് ദി ഓവ്യൂൾ. ആ ഓവ്യൂളിന് ഫെർട്ടിലൈസേഷന് ശേഷം എന്ത് സംഭവിച്ചു? ഓവ്യൂളിരിക്കുന്ന ഓവറിക്ക് എന്ത് സംഭവിച്ചു? ഇത്രയാണ് നമുക്ക് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എവൻസിൽ പഠിക്കാനുള്ളത്. പിന്നെ കുറച്ച് എന്താണ് പോളി എംബ്രിയോണി, എന്താണ് പാർത്തനോകാർപ്പി, അപ്പോമിക്സിസ്, പാർത്തനോജെൻസിസ്, ഈ ഒരു 4 ടേംസും പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡബിൾ ഫെർട്ടിലൈസേഷന് ഏതൊക്കെയുണ്ട്? ഡബിൾ ഫെർട്ടിലൈസേഷനിൽ സിങ്കമി എന്ന് പറയുന്ന മെയിൽ ഗ്യാമേറ്റ്, വൺ ഓഫ് ദി മെയിൽ ഗ്യാമേറ്റ് ഫ്യൂസസ് വിത്ത് ദ haploid egg or female gamete to produce the zygote, diploid zygote. This fusion is known as synchrony, and the second male gametes fuses with the central diploid central cell to produces triploid primary endosperm nucleus. പിന്നെ ഇതിൽ സൈഗോട്ടും ഉണ്ടായി, ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസും ഉണ്ടായി. ഇതിൽ ആർക്കാണ് ഫസ്റ്റ് ഡിവിഷൻ സംഭവിക്കുന്നത്, ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കുന്നത്, ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ആർക്കാണ്? എൻഡോസ്പേമിന്, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിന് തന്നെയാണ് ഡിവിഷൻ സംഭവിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഡിവൈഡ് റിപ്പീറ്റഡ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അത് ഏത് ഡിവിഷനായിരിക്കും? മൈറ്റോട്ടിക് ഡിവിഷൻ. എന്നിട്ട് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള എൻഡോസ്പേമായിട്ട് മാറും. എൻഡോസ്പേം ഈസ് എ നെറിറ്റീവ് ടിഷ്യൂ വിച്ച് ഈസ് റിച്ച് ഇൻ റിസർവ് ഫുഡ് മെറ്റീരിയൽ. ഓക്കെ, വിച്ച് പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ദി ഡെവലപ്പിംഗ് സൈഗോട്ട് ഓർ എംബ്രിയോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ആദ്യം ഉണ്ടാവുന്നത് ആരെന്നെയാണ്? എൻഡോസ്പേം ആണ്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൽ നിന്ന് എൻഡോസ്പേം ആണ് ഉണ്ടാവുന്നത്. ഈ എൻഡോസ്പേം കുറച്ച് ഉണ്ടായതിനു ശേഷമാണ് സൈഗോട്ടിൻ്റെ ഫർദർ ഡിവിഷൻ നടക്കുകയുള്ളൂ. ഡിവിഷൻ നടന്നിട്ട് എംബ്രിയോ ഉണ്ടാകുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റിന്, എംബ്രിയോൻ്റെ ഫോർമേഷന് ന്യൂട്രീഷൻ ആവശ്യമാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് എൻഡോസ്പേമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് ആരെന്നെയാണ് ഫോം ചെയ്യുന്നത്? എൻഡോസ്പേമാണ് ഫോം ചെയ്യുന്നത്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിന് റിപ്പീറ്റഡ് ആയിട്ടുള്ള മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഡിവിഷൻ എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇതാണ് നമ്മുടെ എന്ത്? ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ആര്? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിന്, ഈ ന്യൂക്ലിയസിന് എന്ത് സംഭവിക്കും? മൾട്ടിപ്ലിക്കേഷൻ, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് 2 ന്യൂക്ലിയസ് ഉണ്ടാവും, ഇതിൽ നിന്ന് വീണ്ടും 2 ഉണ്ടാവും, ഇതിൽ നിന്ന് വീണ്ടും 2 ഉണ്ടായിരിക്കും, ഇതിൽ നിന്ന് വീണ്ടും 2 ഉണ്ടായിരിക്കും, ഇതിൽ നിന്ന് വീണ്ടും 2 ഉണ്ടായിരിക്കും. ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ നടന്നു അല്ലേ? അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ നടക്കുമ്പോൾ നമ്മൾ മൈറ്റോസിസിൽ പഠിച്ചിട്ടുണ്ട്. ഓരോ മൈറ്റോസിസ് നടക്കുമ്പോഴും ആഫ്റ്റർ കാരിയോകൈനസിസ് സൈറ്റോകൈനസിസ് നടക്കുന്നുണ്ട് അല്ലേ? അതായത് ന്യൂക്ലിയർ ഡിവിഷൻ, അതായത് ഈ ഒരു ന്യൂക്ലിയസിൽ നിന്ന് 2 ന്യൂക്ലിയസ് ഉണ്ടായി. അതിനുശേഷം ഈ ന്യൂക്ലിയസിനെ 2നെയും സെപ്പറേറ്റ് ചെയ്തിട്ട് സെൽ വോൾ ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അതിനെന്താ പറയുക? സൈറ്റോകൈനസിസ് നടക്കുന്നുണ്ട് അല്ലേ? കാരിയോകൈനസിസ് കഴിഞ്ഞ ഉടനെ തന്നെ സൈറ്റോകൈനസിസ് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കാരിയോകൈനസിസ് കഴിഞ്ഞ ഉടനെ ന്യൂക്ലിയർ ഡിവിഷന് ശേഷം തൊട്ടടുത്ത സമയം തന്നെ എന്ത് നടക്കുന്നില്ല? സെൽ വോൾ ഫോർമേഷൻ നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിന് മാത്രം റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് എന്താ ഉണ്ടാവുക? നമ്പർ ഓഫ് ന്യൂക്ലിയസ് ഉണ്ടാവും. ഈ ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്ന്. ഓക്കെ, പിന്നെ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം കുറേ ഉണ്ടായതിനു ശേഷം ഈ ഓരോ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമിനും എന്ത് സംഭവിക്കും? സെൽ വോൾ ഫോർമേഷൻ സംഭവിക്കും. അങ്ങനെയാണ് സെല്ലുലാർ എൻഡോസ്പേം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിന് മാത്രം റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഫ്രീ ന്യൂക്ലിയർ, നിറയെ ന്യൂക്ലിയസ് ഉള്ള ഒരു എൻഡോസ്പേം ഉണ്ടാകുന്നു. ഈ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേമിന് എന്ത് സംഭവിച്ചാൽ, സെൽ ഫോർമേഷൻ സംഭവിച്ചാൽ സെല്ലുലാർ എൻഡോസ്പേമായിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് എക്സാമ്പിൾസ് പറയണം.
ഇത് കൊക്കനട്ട് വാട്ടറാണ്, നമ്മളൊക്കെ കഴിക്കാറുള്ളതാണ് അല്ലേ, കൊക്കനട്ടിൻ്റെ വാട്ടർ. ഈ കൊക്കനട്ട് വാട്ടർ എന്ന് പറയുന്നത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർമിന് എക്സാമ്പിളാണ്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർം. ഈ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർമിൻ്റെ എല്ലാ ഫ്രീ ന്യൂക്ലിയറിനല്ല, കുറേ ഫ്രീ ന്യൂക്ലിയസിന് സെൽ വോൾ ഫോർമേഷൻ സംഭവിച്ചാൽ ഉണ്ടാകുന്നതാണ് വൈറ്റ് കേണൽ ഓഫ് ദി കൊക്കനട്ട് എന്ന് പറയുന്ന നമ്മൾ കഴിക്കുന്ന എഡിബിൾ ആയിട്ടുള്ള പോർഷൻ. ഓക്കെ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എന്താണ് സെല്ലുലാർ എൻഡോസ്പെർം. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർം. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻഡോസ്പെർമിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള, ട്രിപ്പിൾ ഫ്യൂഷൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള, ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസിനാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഫ്രീ ന്യൂക്ലിയർ ഉണ്ടാകുന്നു. ഈ ഫ്രീ ന്യൂക്ലിയസിന് സെൽ വോൾ ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ടാകുന്നതാണ് സെല്ലുലാർ എൻഡോസ്പെർം. എക്സാമ്പിൾ ഫോർ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർം ഈസ് കൊക്കനട്ട് വാട്ടർ ആൻഡ് എക്സാമ്പിൾ ഫോർ സെല്ലുലാർ എൻഡോസ്പെർം ഈസ് വൈറ്റ് കേണൽ ഓഫ് ദി കൊക്കനട്ട്. ക്ലിയർ? ഇത്രയാണ് നമുക്ക് എൻഡോസ്പെർമിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള, സിംഗമീൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഡിപ്ലോയിഡ് സൈഗോട്ടിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എൻഡോസ്പെർം ഉണ്ടായതിന് ശേഷമാണ് സൈഗോട്ട് ഉണ്ടാവുന്നത്. ഈ സൈഗോട്ടിൻ്റെ ഡിവിഷന്, അതിൻ്റെ ഗ്രോത്തിന് സഹായിക്കുന്ന ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എൻഡോസ്പെർമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചിരുന്നു, ഓവ്യൂളിൻ്റെ ഉള്ളിൽ ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ പഠിച്ചിരുന്നു അല്ലേ. ഓവ്യൂളിൻ്റെ ഇതാണ് ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ. ഇങ്ങനൊരു സ്ട്രക്ചർ. ഇവിടെ മൈക്രോപൈലാർ എൻഡ് ഉണ്ടായിരിക്കും, മൈക്രോപൈലാർ ഓപ്പണിംഗ്. ഇവിടെ എംബ്രിയോ സാക്ക് ഇരിക്കുന്നു. ഇതാണ് മൈക്രോപൈലാർ റീജിയൻ. അപ്പോൾ നമ്മളിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഫിഗറിൽ എന്താണ് മൈക്രോപൈലാർ റീജിയൻ മുകളിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയായിരിക്കും മൈക്രോപൈലാർ ഓപ്പണിംഗ് ഉണ്ടായിരിക്കുക. ദിസ് ഈസ് മൈക്രോപൈലാർ എൻഡ്. ഓക്കെ, ഈ മൈക്രോപൈലാർ എൻഡിലായിരിക്കും എഗ് പാരറ്റസ് ഉണ്ടാവുക. എഗ് പാരറ്റസിൻ്റെ മിഡിലാണ് എന്ത് പറയുന്നത് എഗ്. ഈ എഗ്ഗായിട്ടാണ് മെയിൽ ഗ്യാമേറ്റ്, വൺ ഓഫ് ദി മെയിൽ ഗ്യാമേറ്റ് ഫെർട്ടിലൈസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടിന്. അപ്പോൾ ഇതാണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട്. ഓക്കെ, മൈക്രോപൈലാർ റീജിയനിലുള്ള ഡിപ്ലോയിഡ് സൈഗോട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഓക്കെ, ഇനി മിക്കവാറും മോണോകോട്ട്സും ഡൈക്കോട്ട്സും അതിൻ്റെ സീഡ് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഡൈക്കോട്ടിലഡൻസിൽ 2 കോട്ടിലഡൻസ് ഉണ്ടായിരിക്കും. സ്ട്രക്ചറിലും വ്യത്യാസമുണ്ട്, ഷേപ്പിലൊക്കെയും വ്യത്യാസമുണ്ട് അല്ലേ. മോണോകോട്ടിലോ 1 കോട്ടിലഡനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ മോണോകോട്ട് ആയാലും ഡൈക്കോട്ട് ആയാലും എന്താണ് അതിൻ്റെ സീഡ് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അല്ലേ. പക്ഷേ അവരുടെ ഏർലി സ്റ്റേജസ് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ഉണ്ടല്ലോ, അത് സിമിലർ ആണ്. ഓക്കെ, മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് സീഡ്സ് ഡിഫർ ഗ്രേറ്റ്ലി. നല്ല വ്യത്യാസം ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, മോണോകോട്ടായാലും ഡൈക്കോട്ടായാലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് നമ്മൾ മോണോകോട്ടിൻ്റെയും ഡൈക്കോട്ടിൻ്റെയും ഏകദേശം സിമിലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മോണോകോട്ടായാലും ഡൈക്കോട്ടായാലും എവിടെയാണ് സൈഗോട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത്? സൈഗോട്ട് ഉള്ളത് ഈ ഒരു ഭാഗത്താണ്, മൈക്രോപൈലാർ റീജിയനിൽ. ഓക്കെ, ഈ മൈക്രോപൈലാർ റീജിയനിലുള്ള സൈഗോട്ടിന് എന്ത് സംഭവിക്കുന്നതാണ് പറയാൻ പോകുന്നത്. ഈ സൈഗോട്ടിന് ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഒരു 2 സെൽഡ് എംബ്രിയോ ഉണ്ടാവും. ഓക്കെ, ഈ 2 സെൽഡ് എംബ്രിയോയ്ക്ക് വീണ്ടും ഫർദർ മൈറ്റോട്ടിക് ഡിവിഷൻസ് ഒക്കെ നടന്നിട്ട് ഒരു ഗ്ലോബുലാർ ആയിട്ടുള്ള എംബ്രിയോ ഉണ്ടായിട്ട് മാറും. ഈ ഗ്ലോബുലാർ എംബ്രിയോയ്ക്ക് വീണ്ടും ഫർദർ മൈറ്റോട്ടിക് ഡിവിഷനൊക്കെ നടന്നിട്ട് ഒരു ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ആയിട്ട് മാറും. ഈ ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോയ്ക്ക് വീണ്ടും ഫർദർ മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ഒരു ടോർപിഡോ ഷേപ്ഡ് എംബ്രിയോ ഓർ മെച്യൂർ എംബ്രിയോ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? മൈക്രോപൈലാർ റീജിയനിലുള്ള സൈഗോട്ടിന് ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് എന്താ ഉണ്ടാവുക? 2 സെൽഡ് എംബ്രിയോ, അതിൽ നിന്ന് ഒരു ഗ്ലോബുലാർ എംബ്രിയോയിൽ നിന്ന് ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോയിൽ നിന്ന് മെച്യൂർ എംബ്രിയോ വിച്ച് ഈസ് എ ടോർപിഡോ ഷേപ്ഡ് എംബ്രിയോ ഈസ് ഫോംഡ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത്, അപ്പോൾ എംബ്രിയോണിക് സ്റ്റേജസ് ഓഫ് മോണോകോട്ട്സ് ആൻഡ് ഡൈക്കോട്ട്സ് ആർ സിമിലർ ആണ്. അപ്പോൾ എന്തുണ്ടായി? എംബ്രിയോ ഉണ്ടായി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മോണോകോട്ട് എംബ്രിയോയുടെയും ഡൈക്കോട്ട് എംബ്രിയോൻ്റെയും സ്ട്രക്ചറാണ്. ഓക്കെ, വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതാണ് ഡൈക്കോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചർ, ഇതാണ് മോണോകോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡൈക്കോട്ട് എംബ്രിയോനെ പറയുന്നു.
ഓക്കെ, ഡൈക്കോട്ട് എംബ്രിയോയ്ക്ക് എന്താണ് 2 കോട്ടിലഡൻസ് ഉണ്ടായിരിക്കും. നോക്കൂ, ഇതാണ് അതിൻ്റെ 2 കോട്ടിലഡൻസ്, മിഡിലൊരു എംബ്രിയോണൽ ആക്സിസ്. ഇങ്ങനെയാണ് നമ്മൾ സീഡിൻ്റെ ഉള്ളിൽ കാണുന്നത് അല്ലേ. അപ്പോൾ ഈ 2 കോട്ടിലഡൻ ഇതൊരു TS ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ ഡൈക്കോട്ട് എംബ്രിയോയ്ക്ക് 2 എംബ്രിയോയിൽ 2 കോട്ടിലഡൻസ് കാണപ്പെടും. ഇതൊന്ന് 2. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡൈക്കോട്ട് എംബ്രിയോ ഹാസ് 2 കോട്ടിലഡൻസ്, 1, 2 കോട്ടിലഡൻസ് ആൻഡ് ദി പോർഷൻ ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ്. ഇതാണ് 2 കോട്ടിലഡൻ എന്ന് പറയുന്നത്. ഇനി ഇതാണ് എംബ്രിയോണൽ ആക്സിസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡൈക്കോട്ട് എംബ്രിയോയ്ക്ക് എന്തുണ്ട്? 2 കോട്ടിലഡൻസുമുണ്ട്, ഒരു എംബ്രിയോണൽ ആക്സിസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് TS എടുത്ത് നോക്കുമ്പോൾ ഡൈക്കോട്ട് എംബ്രിയോയുടെ 2 കോട്ടിലഡൻസ്, ഇത്രയും റീജിയൻ എന്ന് പറയുന്നത് എംബ്രിയോണൽ ആക്സിസ്, ഇത്രയും റീജിയൻ എംബ്രിയോണൽ ആക്സിസ്, ഇത് 2 കോട്ടിലഡൻസ്. ഈ എംബ്രിയോണൽ ആക്സിസിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പോർഷൻ ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ് എബോവ് ദി ലെവൽ ഓഫ് ദി കോട്ടിലഡൻ. ഇതാണ് കോട്ടിലഡൻ്റെ ലെവൽ. ഓക്കെ, ഈ കോട്ടിലഡൻ്റെ ലെവലിന് മുകളിലുള്ള എംബ്രിയോണൽ ആക്സിസിൻ്റെ പോർഷനെ പറയുന്ന പേരാണ് എന്താ പറയുക? എപ്പിക്കോട്ടിൽ എന്ന് പറയും. എപ്പിക്കോട്ടിലിൻ്റെ ടിപ്പിലുള്ള പോർഷനാണ് പ്ലൂമ്യൂൾ ഗിവ് റൈസ് ടു ദ എൻറ്റയർ ഷൂട്ട് സിസ്റ്റം ഇൻ ഡൈക്കോട്ടിൽ ഷൂട്ട് സിസ്റ്റം ഉണ്ടാകുന്നത് പ്ലൂമ്യൂളിൽ നിന്നാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ദ പോർഷൻ ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ് ബിലോ ദ ലെവൽ ഓഫ് ദി കോട്ടിലിൻ്റെ അടിയിലുള്ള ഈ പോർഷൻ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇത്രയും പോർഷൻ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള പോർഷനാണ്. ഇതിനെ പറയുന്ന പേരാണ് ഹൈപ്പോകോട്ടിൽ. ഓക്കെ, അപ്പോൾ എന്താണ്? പോർഷൻ ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ് എബവ് ദ ലെവൽ ഓഫ് ദി കോട്ടിലഡന് മുകളിലുള്ള എംബ്രിയോണൽ ആക്സിസിന്റെ പോർഷനെ പറയുന്ന പേരാണ് എപ്പിക്കോട്ടിലിൻ്റെ ടിപ്പ് റീജിയനിലാണ് നമ്മൾ എന്ത് കാണപ്പെടുന്നത്? പ്ലൂമ്യൂൾ കാണപ്പെടുന്നത്. ഓക്കെ, ഈ പ്ലൂമ്യൂൾ ഗിവ് റൈസ് ടു ഷൂട്ട് സിസ്റ്റം ഇൻ ഡൈക്കോട്ട്. ഓക്കെ, ഇനി പോർഷൻ ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ്, ഇതാണ് എംബ്രിയോണൽ ആക്സിസ് ബിലോ ദി ലെവൽ ഓഫ് ദി കോട്ടിലഡൻ. ഇതാണ് കോട്ടിലഡൻ. ഇതിൻ്റെ കോട്ടിലഡൻ്റെ അടിയിലുള്ള എംബ്രിയോണൽ ആക്സിസിൻ്റെ പോർഷനെ പറയുന്ന പേരാണ്, ഇത്രയും പോർഷന് നമ്മൾ പറയും എന്താ പറയുക? ഹൈപ്പോകോട്ടിൽ. ഇതൊരു സിലിണ്ടറിക്കൽ ആയിട്ടുള്ള റീജിയൻ ആണ്. ഈ ഹൈപ്പോകോട്ടിലിൻ്റെ ടെർമിനേറ്റ്സ് ഇൻ റാഡിക്കിൾ. ഹൈപ്പോകോട്ടിലിൻ്റെ ടിപ്പിലാണ് റാഡിക്കിൾ ഉണ്ടാവുക. ഈ റാഡിക്കിളാണ് റൂട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി റാഡിക്കിൾ ഈസ് സറൗണ്ടഡ് ബൈ എ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ വിച്ച് ഈസ് നോൺ ആസ് റൂട്ട് ക്യാപ്പ്. ഇത്രയാണ് ഡൈക്കോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഡൈക്കോട്ട് എംബ്രിയോ ഹാസ് 2 കോട്ടിലഡൻ. ഡൈക്കോട്ട് എംബ്രിയോ ഹാസ് എന്തൊക്കെയുള്ളത്? ഡൈക്കോട്ട് എംബ്രിയോ ഹാവ് 2 cotyledons and 1 embryonal axis. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ത് പറഞ്ഞു? എംബ്രിയോണൽ ആക്സിസ് ആൻഡ് 2 കോട്ടിലഡൻ ആൻഡ് എംബ്രിയോണൽ ആക്സിസ്. സെക്കൻഡ് പോയിന്റ് നമ്മൾ എപ്പിക്കോട്ടിൽ എന്താണ് പറഞ്ഞത്. തേർഡ് പോയിന്റ് നമ്മൾ പ്ലൂമ്യൂൾ എന്താണെന്ന് പറഞ്ഞു. ഫോർത്ത് പോയിന്റ് നമ്മൾ ഹൈപ്പോകോട്ടിൽ പറഞ്ഞു. ഫിഫ്ത്ത് പോയിന്റ് നമ്മൾ റാഡിക്കിൾ പറഞ്ഞു. 6th പോയിന്റ് നമ്മൾ റൂട്ട് ക്യാപ്പ് പറഞ്ഞു. ഓക്കെ, ഈ സ്ട്രക്ചർ വരച്ചിട്ട് ഇങ്ങനെയാണ് സ്ട്രക്ചർ വരയ്ക്കുക. 2 കോട്ടിലഡൻസ് അല്ലേ, 2 കോട്ടിലഡൻസ് ആൻഡ് എൻ എംബ്രിയോണൽ ആക്സിസ്. ഓക്കെ, ഈ എംബ്രിയോണൽ ആക്സിസിന് കോട്ടിലഡൻസിന് മുകളിലുള്ള ഭാഗം എപ്പിക്കോട്ടിൽ, താഴെ എംബ്രിയോണൽ ആക്സിസിന് താഴെയുള്ള പോർഷൻ ദ പോർഷൻ ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ് ബിലോ ദ ലെവൽ ഓഫ് ദി കോട്ടിലഡൻസിന് താഴെയുള്ള ഈ ഒരു പോർഷൻ സിലിണ്ടറിക്കൽ പോർഷൻ ഈസ് ഹൈപ്പോകോട്ടിൽ. ഈ ഹൈപ്പോകോട്ടിൽ ടിപ്സ് ഇൻ എൻ റാഡിക്കിൾ ഹാസ് എ cap-like structure which is known as root cap, and epicotyl possesses a region. Tip of the epicotyl is known as plumule give rise to shoot system. Okay, that's about the dicot embryo. Okay, clear ആയല്ലോ dicot embryo എന്താണെന്ന്. Okay, അപ്പോൾ എന്താണ് dicot embryo? Dicot embryo is the dicot embryo has 2 cotyledons and an embryonal axis. The portion of the embryonal axis above the level of the cotyledon is known as plumule, and the portion of the embryonal axis above the level of the cotyledon is known as epicotyl.
epicotyl terminates in plumule which give rise to shoot system. The portion of the embryonal axis below the level of the ഇതാണ് കോട്ടിലഡൻസിൻ്റെ താഴെ കിടക്കുന്ന ഈ ഭാഗത്തിനെ പറയുന്ന പേരാണ്, ഇത്രയും ഭാഗമാണ് ഹൈപ്പോകോട്ടിൽ ടെർമിനേറ്റ്സ് ഇൻ റാഡിക്കിൾ ഹാസ് എ cap like covering which is known as root cap. Radicle give rise to root system and plumule give rise to shoot system. ഇത്രയാണ് എന്ത് പറയുന്നത് ഡൈക്കോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചർ. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മോണോകോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചറാണ്. സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് എംബ്രിയോ ആൻഡ് സ്ട്രക്ചർ ഓഫ് മോണോകോട്ട് എംബ്രിയോ. ഓക്കെ, ഇനി മോണോകോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചർ പറഞ്ഞോളൂ. മോണോകോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചർ ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇത് നമ്മൾ നോട്ട് എഴുതാം ഒന്നുകൂടെ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് മോണോകോട്ട് എംബ്രിയോ പറയാം, എന്നിട്ട് ആ നോട്ട് എഴുതാം. ഓക്കെ, മോണോകോട്ട് എംബ്രിയോ ആണ് പറയാൻ പോകുന്നത്. ഇതാണ് മോണോകോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചർ. മോണോകോട്ട് എംബ്രിയോ ഓൾസോ ഹാവ് എ മോണോകോട്ട് എംബ്രിയോയ്ക്ക് എന്തേ ഉള്ളൂ? മോണോകോട്ട് എംബ്രിയോയ്ക്ക് ഒരേ ഒരു കോട്ടിലഡനേ ഉള്ളൂ. ഓൺലി വൺ കോട്ടിലഡൻ. ഓക്കെ, the only one cotyledon of monocote embryo is known as scutellum. Very important. Scutellum is the only one cotyledon of the monocote embryo. ഇതാണ് അതിൻ്റെ സ്കൂട്ടല്ലം അല്ലെങ്കിൽ കോട്ടിലഡൻ എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഇതാണ് അതിൻ്റെ എംബ്രിയോണൽ. ഇത് ഇത്രയും പോർഷനാണ് അതിൻ്റെ എംബ്രിയോണൽ ആക്സിസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും പോർഷൻ എംബ്രിയോണൽ ആക്സിസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് പോർഷൻ ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ് എബവ് ദി ലെവൽ ഓഫ് കോട്ടിലഡൻ. ഇതാണ് കോട്ടിലഡൻ്റെ ലെവല്. ഇതിന് മുകളിലുള്ള എംബ്രിയോണൽ ആക്സിസിൻ്റെ പോർഷനെ പറയുന്ന പേരാണ് എന്താ പറയുക? എപ്പിക്കോട്ടിൽ. പോർഷൻ ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ് ബിലോ ദ ലെവൽ ഓഫ് ദി കോട്ടിലഡൻ ഈസ് നോൺ ആസ് ഹൈപ്പോകോട്ടിൽ. ഇത്രയും പോർഷന് ഹൈപ്പോകോട്ടിൽ എന്ന് പറയും, എപ്പിക്കോട്ടിൽ എന്ന് പറയും. ഓക്കെ, ഇനി എപ്പിക്കോട്ടിലിന് എന്തുണ്ട്? എപ്പിക്കോട്ടിൽ പോസസ് എ sheath like structure which is known as, ഇതാണ് sheath like structure present in the epicotyl which is known as coleoptile. Coleoptile encloses shoot apex. ഇതാണ് shoot apex, പിന്നെ കുറച്ച് ലീഫ് പ്രൈമോഡിയ. ഓക്കെ, അപ്പോൾ എന്താണ്? കോളിയോപ്റ്റൈൽ എൻക്ലോസസ് ഷൂട്ട് അപ്പെക്സ് ആൻഡ് എന്താണ്? ഷൂട്ട് അപ്പെക്സ്, പ്ലിമ്യൂൾ ആൻഡ് ലീഫ് പ്രൈമോഡിയ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ദ മോണോകോട്ട് എംബ്രിയോ ഹാസ് ഓൺലി വൺ കോട്ടിലഡൻ വിച്ച് ഈസ് നോൺ ആസ് ദി സ്ക്യൂട്ടല്ലം and the portion of the embryonal axis above the level, ഇതാണ് embryonal axis, portion of embryonal axis above the level of the cotyledon is epicotyl region possess a sheath like structure which is known as coleoptile encloses shoot apexes and leaf primordia. ഇതാണ് leaf primordia. Okay, and also possess plumule which give rise to the shoot system. ഇനി നെക്സ്റ്റ് പോർഷൻ ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ് ബിലോ ദ ലെവൽ ഓഫ് ദി കോട്ടിലഡൻ ഓർ സ്ക്യൂട്ടല്ലം ഈസ് നോൺ ആസ് ദി ഹൈപ്പോകോട്ടിൽ, which the tip of the hypocotyl possesses a sheath-like covering which is known as coleorhiza, which encloses radicle and root cap. ഓക്കെ, ഇത്രയാണ്. രണ്ടും ഏകദേശം സിമിലർ ആണ്, കുറച്ച് ചെറിയ വ്യത്യാസമേ ഉള്ളൂ മോണോകോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഡൈക്കോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചറാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? ഡൈക്കോട്ട് എംബ്രിയോ ഹാസ് ടു cotyledon and embryonal axis. The portion of the embryonal axis above the level of the cotyledon is known as epicotyl, which terminates in plumule, which gives rise to shoot system. Okay, the portion of the embryonal axis below the level of the cotyledon is a cylindrical and which is known as hypocotyl, which terminates in radicle, which is surrounded by a root cap. Clear? Radicle gives rise to shoot system. ഇനി എന്താണ് മോണോകോട്ട് എംബ്രിയോ? മോണോകോട്ട് എംബ്രിയോ എന്ന് പറയുമ്പോൾ മോണോകോട്ട് എംബ്രിയോ ഹാസ് ഓൺലി വൺ കോട്ടിലഡൻ വിച്ച് ഈസ് നോൺ ആസ് സ്ക്യൂട്ടല്ലം. ഓക്കെ, അപ്പോൾ കോട്ടിലഡൻ ഓഫ് ഗ്രാസ് ഫാമിലി, പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട എല്ലാ ചെടികളെയും കോട്ടിലഡൻ, മോണോകോട്ടിൻ്റെ ഒക്കെ കോട്ടിലഡൻ എന്താ പറയുക? സ്ക്യൂട്ടല്ലം എന്ന് പറയും. ഓക്കെ,
ഇറ്റ് ഹാസ് ഓൾസോ എ എംബ്രിയോണൽ ആക്സിസ്. ഇനി എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? പോർഷൻ ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ് എബവ് ദി ലെവൽ ഓഫ് ദി കോട്ടിലഡൻ ഈസ് നോൺ ആസ് എപ്പിക്കോട്ടിൽ. എപ്പിക്കോട്ടിൽ ഹാസ് എ എന്താണ്? എപ്പിക്കോട്ടിൽ പോസസ് എ ഷീത്ത് ലൈക്ക് സ്ട്രക്ചർ വിച്ച് ഈസ് നോൺ ആസ് കോളിയോപ്റ്റൈൽ വിച്ച് എൻക്ലോസസ് എന്തിനൊക്കെയാണ്? ഷൂട്ട് അപ്പെക്സ് ആൻഡ് ലീഫ് പ്രൈമോഡിയ. ഷൂട്ട് അപ്പെക്സ് തന്നെയാണ് നമ്മളെ പ്ലിമ്യൂൾ എന്ന് പറയുന്നത്. ഷൂട്ട് അപ്പെക്സിൽ നിന്നാണ് നമുക്ക് ഇത് പ്ലിമ്യൂളായിട്ട് ആക്ട് ചെയ്യുന്നു, ഷൂട്ട് സിസ്റ്റം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷൂട്ട് അപ്പെക്സ് ഈസ് സിനോണിം ടു പ്ലിമ്യൂൾ. ഓക്കെ, ആൻഡ് ലീഫ് പ്രൈമോഡിയ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് ഫോളിയാർ സ്ട്രക്ചർ, എ ഹോളോ ഫോളിയാർ സ്ട്രക്ചർ. പ്രിമിറ്റീവ് ലീഫ് സ്ട്രക്ചർ എന്ന് പറയും, അതിൽ നിന്നാണ് ലീഫ് ഉണ്ടാകുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? പോർഷൻ ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ്, portion of the embryonal axis below the level of the cotyledon or scutellum is known as hypocotyl. Hypocotyl terminates in a sheath-like structure which is known as coleorhiza, which encloses radicle and root cap. That's all about the monocot embryo. Okay, ഇനി നമുക്ക് ഇതിൻ്റെ നോട്ട് ഒന്ന് എഴുതാം. ഓക്കെ, സ്ട്രക്ചർ ഓഫ് മോണോകോട്ട് എംബ്രിയോ ആൻഡ് ക്ലിയർ ആയല്ലോ. നമുക്കൊന്നുകൂടെ ഇവിടെ നോട്ട് എഴുതാം. സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് എംബ്രിയോ ആൻഡ് മോണോകോട്ട് എംബ്രിയോ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് STRUCTURE സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് എംബ്രിയോ. ഫിഗർ നമ്മൾ ഓൾറെഡി കണ്ടു, ഇനി വരയ്ക്കുന്നില്ല. നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് മോണോകോട്ട് എംബ്രിയോ. ഓക്കെ, പറയാം അല്ലേ? ആദ്യം നമ്മൾ സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് എംബ്രിയോ ആണ് പറയുന്നത്. ഡൈക്കോട്ട് എംബ്രിയോ ഹാസ് 2 കോട്ടിലഡൻ ആൻഡ് an embryonal axis. ഓക്കെ, രണ്ടാമത്തെ പോർഷൻ ഓഫ് എംബ്രിയോണൽ ആക്സിസ്. ഷോർട്ടായിട്ട് ഇതാണ് പോർഷൻ ഓഫ് എംബ്രിയോണൽ ആക്സിസ് എബവ് ദി ലെവൽ ഓഫ് കോട്ടിലഡൻ ഈസ് നോൺ ആസ് എപ്പിക്കോട്ടിൽ ടെർമിനേറ്റ്സ്. എന്തിലാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്? പ്ലിമ്യൂൾ വിച്ച് ഗിവ് റൈസ് ടു ദ എൻറ്റയർ ഷൂട്ട് സിസ്റ്റം. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് portion of the embryonal axis below the level of cotyledon is known as എന്താണ്? hypocotyl which is cylindrical in nature, which terminates in എന്തിലാണ് അതെൻഡ് ചെയ്യുന്നത്? എൻഡ് ഇൻ റാഡിക്കിൾ ആൻഡ് റാഡിക്കിൾ ഈസ് കവേർഡ് ബൈ എ ക്യാപ്പ് വിച്ച് ഈസ് നോൺ ആസ് റൂട്ട് ക്യാപ്പ്. ഇത്രയേ ഉള്ളൂ ഡൈക്കോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചർ. ക്ലിയർ ആയില്ലേ? ഇത്രയാണ് ഡൈക്കോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മോണോകോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചറാണ്. മോണോകോട്ട് എംബ്രിയോയ്ക്ക് എന്താ ഉള്ളത്? മോണോകോട്ട് എംബ്രിയോ പോസസ് ഓൺലി വൺ കോട്ടിലഡൻ. ആ വൺ കോട്ടിലഡൻ ഓഫ് മോണോകോട്ട് എംബ്രിയോ ഇൻ ഗ്രാസ് ഫാമിലി. ഗ്രാസസിൽ ആണ് മെയിനായിട്ട്. അതിനെ പറയുന്ന പേരാണ് സ്ക്യൂട്ടെല്ലം. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എംബ്രിയോണൽ ആക്സിസ് അല്ലേ? എംബ്രിയോണൽ ആക്സിസ് അതിനുമുണ്ട്. പോർഷൻ ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ് എബവ് ദി ലെവൽ ഓഫ് ദി കോട്ടിലിഡൻ. അതിനെന്ത് പറയും? എപ്പിക്കോട്ടിൽ ഹാസ് എ ഷീത്ത് ലൈക്ക് സ്ട്രക്ചർ. എപ്പിക്കോട്ടിലിന് ഒരു ഇറ്റ് ഹാസ് എ ഷീത്ത് ലൈക്ക് സ്ട്രക്ചർ. അതിനെന്താ പറയുക? കോൾഡ് കോളിയോപ്റ്റൈൽ. ഈ കോളിയോപ്റ്റൈൽ എൻക്ലോസസ് എന്തൊക്കെയാണ്? ഷൂട്ട് അപ്പെക്സ്
ആൻഡ് ലീഫ് പ്രൈമോഡിയ. ഷൂട്ടും ലീഫും ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഹോളോ ഫോളിയാർ സ്ട്രക്ചറാണ് ഈ ലീഫ് പ്രൈമോഡിയ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ലീഫ് ഉണ്ടാവുക. ഷൂട്ട് അപ്പെക്സിൽ നിന്നാണ് ഷൂട്ട് ഉണ്ടാവുക. ദാറ്റ് മീൻസ് പ്ലിമ്യൂൾ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് അടുത്ത പോയിന്റ് പറഞ്ഞത് പോർഷൻ ഓഫ് ദി എംബ്രിയോണൽ ആക്സിസ് below the level of cotyledon possess ends എന്ന് പറയണ്ട, possess a sheath. ആ ഷീത്തിനെ പറയുന്ന പേരാണ് കോളിയോറൈസ. ഈ കോളിയോറൈസ എന്തൊക്കെ ചെയ്യുന്നു? എൻക്ലോസസ് കോളിയോറൈസേഴ്സ്. അതിനെ ആരൊക്കെ എൻക്ലോസ് ചെയ്തിട്ടുള്ള ഷീത്താണ് കോളിയോറൈസ? റാഡിക്കിൾ ആൻഡ് റൂട്ട് ക്യാപ്പ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് എംബ്രിയോ ആൻഡ് മോണോക്കോട്ട് എംബ്രിയോ. ക്ലിയർ ആയല്ലോ? വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഫിഗർ വരയ്ക്കാൻ പഠിക്കുക, നോട്ട്സും പഠിക്കുക. ഭയങ്കര സിമ്പിളാണ്, മറക്കാതെ പഠിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് എംബ്രിയോ ആൻഡ് മോണോക്കോട്ട് എംബ്രിയോ. അപ്പോൾ എന്താണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിന് സംഭവിച്ചത്, എന്താണ് സൈഗോട്ടിന് സംഭവിച്ചത് എന്നുള്ളതിന് ആൻസറായി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓവ്യൂൾ ടു സീഡ് ആണ്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ എന്ത് സംഭവിച്ചു? സീഡ് ഉണ്ടായി അല്ലേ? സീഡ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ പോകുന്നത് ഇത്രയാണ്. ഇതിൻ്റെ ഫസ്റ്റ് എന്താ? പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ പ്രൊഡക്റ്റ് ആണ് സീഡ്. സീഡ് എന്ന് എഴുതാ. സീഡ് ദാറ്റ് ഈസ് ഫോംഡ് ഫ്രം ദി ഓവ്യൂൾ. ഓവ്യൂളിന് എപ്പോഴാണ് ഉണ്ടാവുക? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് ശേഷം ഓവ്യൂള് മെച്ചുറായിട്ട് ഉണ്ടാകുന്നതാണ് ആര്? സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ സീഡ് ഈസ് എ ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ. ഫെർട്ടിലൈസേഷൻ സംഭവിച്ച ഓവ്യൂളാണ് സീഡ്. ഇറ്റ് ഈസ് ദ ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് സീഡ് ഈസ് ദ ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് എന്തിൻ്റെ? സെക്ഷുവൽ റിപ്രൊഡക്ഷൻ്റെ ഫൈനൽ പ്രൊഡക്റ്റാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ പോവുകയാണ്. സീഡിന് എന്തുണ്ട്? ഒരു കോട്ട് ഉണ്ടായിരിക്കും. നമുക്കറിയാം, കടല, പരിപ്പ്, മാംഗോ എല്ലാത്തിനും ഒരു കോട്ടുണ്ട് അല്ലേ? സീഡ് കോട്ട് എന്ന് പറയും. സീഡ് കോട്ടിൻ്റെ ഔട്ടർ ലെയറിനെ പറയുന്ന പേരാണ് ടെസ്റ്റ. ഇന്നർ ലെയറിനെ പറയുന്ന പേരാണ് ടെഗ്മ. ഓക്കെ, ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ പഠിച്ചിരിക്കണം. സീഡിൻ്റെ ഓവ്യൂളിൻ്റെ ഇൻറ്റഗ്മെൻ്റ് ആണ് സീഡ് കോട്ടായിട്ട് മാറുന്നത്. അപ്പോൾ ആരാണ് സീഡ് കോട്ടായിട്ട് മാറുന്നത്? സീഡിന് എന്തുണ്ട്? സീഡിന് എന്തൊക്കെയാണുള്ളത്? സീഡ് കോട്ട് ഉണ്ട്. ഒന്ന് എന്തുണ്ട്? സീഡ് കോട്ട് ഉണ്ട്. എന്താ ഉള്ളത്? സീഡിൻ്റെ ഉള്ളിൽ 2 കോട്ടിലഡൻസ് ഉണ്ട്, ഡൈക്കോട്ടിൽ സീഡാണെങ്കിൽ. 3 എന്താ ഉള്ളത്? 2 കോട്ടിലിൻ്റെ ഇടയിലായിട്ട് എംബ്രിയോണൽ ആക്സിസ് ഉണ്ട് അല്ലേ? അപ്പോൾ സീഡിന് എന്തൊക്കെ സ്ട്രക്ചർ ഉണ്ട്? സീഡ് ഹാവ് സീഡ് കോട്ട് അല്ലേ? ആരാണ് സീഡ് കോട്ടായിട്ട് മാറുന്നത്? ഓവ്യൂളിൻ്റെ ഇൻറ്റഗ്മെൻസ് ആണ്. ഔട്ടർ ആൻഡ് ഇന്നർ ഇൻറ്റഗ്മെൻസ് ഓഫ് ഓവ്യൂൾ. ഇൻറ്റഗ്മെൻസ് ഓഫ് ഓവ്യൂൾ ആണ് സീഡ് കോട്ടായിട്ട് മാറുന്നത്. ഇൻറ്റഗ്മെൻസ് ഓഫ് ഓവ്യൂൾ ആണ് സീഡ് കോട്ട് ഉണ്ടാകുന്നത്. എവിടുന്നാണ്? ഇൻറ്റഗ്മെൻസ് ഓഫ് ഓവ്യൂളിന് മെച്ചുറേഷൻ സംഭവിച്ചിട്ടാണ് സീഡ് കോട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്മെൻസ് ഓഫ് ഓവ്യൂള് മൈക്രോപൈലാർ എൻഡിൽ ഇൻറ്റഗ്മെൻസിന് എന്ത് പറഞ്ഞിട്ടുണ്ട്? മൈക്രോപൈലാർ എൻഡിൽ ഇൻറ്റഗ്മെൻസിന് ഒരു സ്മോൾ ഓപ്പണിംഗ് ഉണ്ട്. അതിന് എന്ത് പറയാം? മൈക്രോപൈലാർ എൻഡ്. ഈ മൈക്രോപൈലാർ ഓപ്പണിംഗ് നമുക്ക് സീഡ് കോട്ടിലും കാണപ്പെടും. ഒരു കടല നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞൊരു പോറ് കാണപ്പെടും. ഇതിന് മൈക്രോപൈൽ എന്നാണ് പറയുക. സീഡ് കോട്ടിൽ കാണപ്പെടുന്ന കുഞ്ഞ് പോറെന്ന് പറയുന്നത് ഓവ്യൂൾ ഉണ്ടായിരുന്ന സമയത്ത് ഇൻറ്റഗ്മെൻറ്റിൻ്റെ മൈക്രോപൈലാർ റീജിയനിൽ ഉണ്ടായിരുന്ന ആ പോറാണ്. ആ ഒരു പോറാണ്. അതിനെയാണ് സീഡിലും നമ്മൾ അതിനെ മൈക്രോപൈലാർ പോർ എന്നാണ് പറയുക, മൈക്രോപൈൽ എന്ന് പറയും. ഈ സീഡ് എന്തിനാണ് സഹായിക്കുന്നത്? ഈ പോർ എന്തിനാണ് സഹായിക്കുന്നത്? ഈ പോർ നമുക്ക് എന്തിനു സഹായിക്കുന്നു? എക്സ്ചേഞ്ച് ഓഫ് ഓക്സിജൻ അല്ലേ? ഇൻറ്റഗ്മെൻറ്റ്സ് ഹാർഡ് ചെയ്ത് എന്തായിട്ട് സീഡ് കോട്ടായിട്ട് മാറും. അപ്പോൾ അതിൽ കാണപ്പെടുന്ന സീഡ് കോട്ടിൽ കാണപ്പെടുന്ന മൈക്രോപൈൽ ഉണ്ടല്ലോ, ഇൻറ്റഗ്മെൻറ്റ്സ്
ഉണ്ടായിരുന്ന മൈക്രോപൈലർ ഓപ്പണിംഗ് പോലെ സീഡിലും മൈക്രോപൈൽ കാണും. ഇത് എന്തിനെ സഹായിക്കുന്നു? ഓക്സിജൻ ആൻഡ് വാട്ടർ എക്സ്ചേഞ്ച് അല്ലേ? ഓക്സിജൻ ആൻഡ് വാട്ടർ എക്സ്ചേഞ്ച് ഡ്യൂറിങ് സീഡ് മുളയ്ക്കുന്ന സമയത്ത്. എന്താ പറയുക? ഡ്യൂറിങ് സീഡ് ജെർമിനേഷൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ സീഡ് കോട്ടിൻ്റെ എന്താ പറഞ്ഞത്? സീഡ് കോട്ട് എന്ന് പറയുന്നത് ഓവ്യൂളിൻ്റെ ഇൻറ്റഗ്മെൻറ്റ്സ് മെച്യൂർ ആയിട്ടുണ്ടാവും. എന്താണ്? സീഡ് കോട്ടിൽ ഒരു കുഞ്ഞു ഓപ്പണിംഗ് കാണാം. അതിനെ പറയുന്ന പേരാണ് മൈക്രോപൈലാർ ഓപ്പണിംഗ് ഓർ മൈക്രോപൈൽ, ആൻഡ് വിച്ച് ഹെൽപ്സ് ടു ഓക്സിജൻ ആൻഡ് വാട്ടർ എക്സ്ചേഞ്ച് ഡ്യൂറിങ് ജെർമിനേഷൻ. വെള്ളം കിട്ടണം, വെള്ളവും എയറും ഒക്കെ കിട്ടണം അല്ലേ? ഇതിന് മുളയ്ക്കാനായിട്ട് അതിന് വേണ്ടത് ഇത് കൊടുക്കുന്നത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഈ മൈക്രോപൈലാർ ഓപ്പണിംഗ് കൂടിയാണ്. സീഡിൻ്റെ കോട്ടിൽ കാണപ്പെടുന്ന മൈക്രോപൈലാർ റീജിയനിൽ കൂടിയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓവ്യൂളിൻ്റെ ഇൻറ്റഗ്മെൻറ്റ് സീഡ് കോട്ടായിട്ട് മാറും. സീഡ് കോട്ടിന് ഔട്ടർ ലെയറിനെ പറയുന്ന പേരാണ്, സീഡ് കോട്ടിൻ്റെ ഔട്ടർ ലെയറിനെ പറയുന്ന പേരാണ് ടെസ്റ്റ. ഇന്നർ ലെയറിനെ പറയുന്ന പേരാണ് ഇന്നർ ലെയറിനെ പറയുന്ന പേരാണ് ടെഗ്മ. ഓക്കെ, ടെഗ്മ ഈസ് എ ഇന്നർ ലെയർ. ഓക്കെ, ടെസ്റ്റ ആൻഡ് ടെഗ്മ. ഇനി എന്താ ഉള്ളത് സീഡിൽ? നമ്മൾ പറഞ്ഞു സീഡ് കോട്ട് ഉണ്ട്, 2 കോട്ടിലഡൻസ് ഉണ്ട്, എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്. 2 കോട്ടിലഡൻസ് ആരിലാണ് കാണപ്പെടുക? 2 കോട്ടിലഡൻസ് കാണപ്പെടുക നമ്മുടെ ഡൈക്കോട്ട് സീഡിലാണ് അല്ലേ? ഒരു കോട്ടിലിഡൻ എവിടെ കാണപ്പെടും? മോണോക്കോട്ട് സീഡിൽ. ഗ്രാസസിലെ മോണോക്കോട്ടിൽ സീഡിൽ കാണപ്പെടുന്ന ഒരു കോട്ടിലിഡന് പറയുന്ന പേരാണ് സ്ക്യൂട്ടല്ലം. ഓക്കെ, കോട്ടിലിഡൻ എന്ന് പറയുന്നത് സിംപ്ലി തിക്ക് ആൻഡ് സ്വള്ളൻ ഫോർ എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോറേജ് ഓഫ് ഫുഡ്. ലെഗ്യൂംസിലൊക്കെ സ്റ്റോറേജ് ഓഫ് ഫുഡായിട്ട് സ്റ്റോറേജ് ഓഫ് ഫുഡ് ഉള്ളത് കൊണ്ടാണ് നമ്മളത് ഫുഡായിട്ടായിട്ട് ലെഗ്യൂമിനസ് സീഡ്സ് കഴിക്കുന്നുണ്ട് അല്ലേ? പ്രോട്ടീനേഷ്യസ് ആണ്, ഹൈലി റിച്ച് ഇൻ പ്രോട്ടീൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതാണ് ജസ്റ്റ് അബൌട്ട് ദി സീഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ മോണോക്കോട്ട് സീഡിൻ്റെ സ്ട്രക്ചർ ഒന്ന് പറയാം. മോണോക്കോട്ട് സീഡിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഡൈക്കോട്ട് സീഡ്. ഡൈക്കോട്ട് സീഡിന് 2 കോട്ടിലഡൻസും ഉണ്ട്, ഒരു എംബ്രിയോണൽ ആക്സിസും ഉണ്ട്. ഇതിൻ്റെ ഈ പോർഷനെ പ്ലിമ്യൂൾ എന്ന് പറയും, ഇതിനെ റാഡിക്കൽ എന്ന് പറയും. ഇനി മോണോക്കോട്ട് സീഡ് എന്ന് പറയുമ്പോൾ അരി, ഗോതമ്പൊക്കെ കേട്ടോ. ഇതാണ് മോണോക്കോട്ട് സീഡ് എന്ന് വിചാരിക്കുക. ഈ മോണോക്കോട്ട് സീഡിന് എന്തുണ്ടെന്ന് പറഞ്ഞു? മോണോക്കോട്ട് സീഡിന് എന്തുണ്ട്? ഒരേ ഒരു കോട്ടിലഡനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതാണ് അതിൻ്റെ കോട്ടിലഡൻ. ബാക്കിയുള്ളത് ഇതതിൻ്റെ എൻഡോസ്പേമാണ്. എന്താ എൻഡോസ്പേം എന്ന് ഇപ്പോൾ പറയാം നമ്മൾ കേട്ടോ. ഇതാണ് ഇതിൻ്റെ എൻഡോസ്പേമാണ്. ഓക്കെ, ഈ എൻഡോസ്പേമിനെയും ഓൺലി 1 കോട്ടിലഡൻ എന്ന് പറഞ്ഞല്ലോ, ഈ കോട്ടിലഡനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ലെയർ കാണപ്പെടും. ദിസ് ലെയർ ഈസ് നോൺ ആസ് അലൂറോൺ ലെയർ. എന്താ പറയുക? അലൂറോൺ ലെയർ. ഓക്കെ, അപ്പോൾ ഇതാണ് മോണോക്കോട്ട് സീഡിൻ്റെ സ്ട്രക്ചർ പറയുന്നത്. മോണോക്കോട്ട് സീഡിന് ഒരേ ഒരു കോട്ടിലഡനെ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൽ എന്തുണ്ടായിരിക്കും? എൻഡോസ്പേം ഉണ്ടാവും. മോണോക്കോട്ട് സീഡിൻ്റെ പ്രത്യേകതയാണ് അത് അത് 2 കോട്ടിലഡൻസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ മോണോക്കോട്ട് സീഡിൽ എന്താ പറയുക? അതായത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ എൻഡോസ്പേം ഈസ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ്ഡ് ഫോർ ദി എംബ്രിയോ ഡെവലപ്മെൻറ്റ്. പക്ഷേ മോണോക്കോട്ട് സീഡിൽ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ എൻഡോസ്പേം ഈസ് നോട്ട് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഓർ യൂട്ടിലൈസ്ഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സീഡിൽ, മോണോക്കോട്ട് സീഡിൽ നമുക്ക് എൻഡോസ്പേം കാണാൻ പറ്റും. ഇതാണ് മോണോക്കോട്ട് സീഡിൻ്റെ എൻഡോസ്പേമാണിത്. ഓക്കെ, മോണോക്കോട്ട് സീഡിൻ്റെ എന്താണ്? മോണോക്കോട്ട് സീഡിൻ്റെ എൻഡോസ്പേമാണ് ഇത്. ഈ എൻഡോസ്പേം ആണെങ്കിൽ ഇത് അതിൻ്റെ കോട്ടിലഡനാണ്. ഈ എൻഡോസ്പേമിനെയും കോട്ടിലഡനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ പ്രോട്ടീനേഷ്യസ് ലെയറിന് പറയുന്ന പേരാണ് അലൂറോൺ ലെയർ. പിന്നെ ഇതിൽ ഈ ഒരു കോട്ടിലഡനിൽ എന്തുണ്ടായിരിക്കും? മുകളിൽ പ്ലിമ്യൂൾ ഉണ്ടാവും, താഴെ റാഡിക്കലും ഉണ്ടാവും അല്ലേ? ഈ പ്ലിമ്യൂളിനെ സറൗണ്ട് ചെയ്തിട്ട് ഷീത്ത് കാണപ്പെടും. ആ ഷീത്തിനെ പറയുന്ന പേര് നമ്മൾ പറഞ്ഞിരുന്നു, കോളിയോ ടൈൽ. ഓക്കെ, റാഡിക്കലിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ഷീത്ത് കാണും. ഈ ഷീത്തിനെ പറയുന്ന പേരാണ് കോളിയോ റൈസ. ഇവിടെ എന്തുണ്ടാവും? റൂട്ട് ക്യാപ്പ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് മോണോക്കോട്ട് എംബ്രിയോ പഠിച്ചപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ മോണോക്കോട്ട് സീഡിൻ്റെ സ്ട്രക്ചർ പറയാൻ പറഞ്ഞാൽ പിന്നെ നമ്മൾ NCERT ടെക്സ്റ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സീഡിൻ്റെ വോൾ എന്ന് പറയുന്നത് സീഡ് കോട്ടാണ് അല്ലേ? സീഡ് കോട്ട്.
ഈ സീഡ് കോട്ട് കഴിഞ്ഞിട്ടാണ് സീഡ് എവിടെ ഇരിക്കുന്നത്? എൻജിയോസ്പെമിൽ സീഡ് ഇരിക്കുന്നത്. സീഡ് ഈസ് എൻ റൈപ്പൻഡ് ഓവ്യൂളാണ്, ഫെർട്ടിലൈസ്ഡ് ഓവ്യൂളാണ്. എങ്കിൽ സീഡ് ഇരിക്കുന്നത് റൈപ്പൻഡ് ഓവറി ആയിട്ടുള്ള ഫ്രൂട്ടിലാണ് അല്ലേ. അപ്പോൾ ഫ്രൂട്ടിൻ്റെ വോളിന് നമ്മൾ എന്ത് പറയും? ഫ്രൂട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഫ്രൂട്ടിൻ്റെ വോളിനെ നമ്മൾ പറയുക പെരികാർപ്പ് എന്നാണ്. ഫ്രൂട്ടിൻ്റെ വോളിന് എന്താ പറയുക? പെരികാർപ്പ്. കഴിഞ്ഞ വർഷം നമ്മൾ മോർഫോളജിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. പെരികാർപ്പിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഔട്ടർ എപ്പികാർപ്പ്, മിഡിലായിട്ടുള്ള, അതായത് മാങ്ങേൻ്റെ തൊലി, മിഡിലായിട്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള മീസോകാർപ്പ്, പിന്നെ കുറച്ച് നമ്മൾ സീഡിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഫൈബ്രസ് ആയിട്ടുള്ളൊരു ലെയറാണ്, അതിനെ പറയുന്ന പേരാണ് എൻഡോകാർപ്പ്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ സീഡ് കോട്ടെന്ന് മാർക്ക് ചെയ്തിട്ടില്ല. ഈ സീഡിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഇങ്ങനെ ആരോ ഇട്ടിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നത് പെരികാർപ്പ് എന്നാണ്. അപ്പോൾ പെരികാർപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് വേൾന്ന് ഉദ്ദേശിക്കുന്നത് മാത്രം. ആക്ച്വലി ഈ സീഡിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന പെരികാർപ്പ് ഏതാണ്? ഫ്രൂട്ടിൻ്റെ വോൾ ഏതാണെന്ന് ചോദിച്ചാൽ എൻഡോകാർപ്പാണ്. ഏതാണ് ആക്ച്വലി ഇത്? എൻഡോകാർപ്പ്. എൻഡോകാർപ്പ് കഴിഞ്ഞിട്ടാണ് ഫ്ലഷ് വരുന്നത് ഫ്രൂട്ടിൻ്റെ, അത് മീസോകാർപ്പ് കഴിഞ്ഞിട്ടാണ് എപ്പികാർപ്പ് വരുന്നത് അല്ലേ. അപ്പോൾ ടെക്സ്റ്റിൽ പക്ഷേ നമ്മൾക്ക് എന്താ എഴുതിയേക്കണേ? ടെക്സ്റ്റിൽ പെരികാർപ്പ് എന്നാണ് എഴുതിയേക്കണേ. പെരികാർപ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മൊത്തം ഫ്രൂട്ടിനെ പറയുന്ന പേരാണ്. ഓക്കെ, ഫ്രൂട്ട് വോളിനെ പറയുന്ന പേരാണ്. ഫ്രൂട്ട് വോളിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: എപ്പികാർപ്പ്, മീസോകാർപ്പ് ആൻഡ് എൻഡോകാർപ്പ്. അപ്പോൾ സീഡിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന പെരികാർപ്പ് ഫ്രൂട്ട് വോൾ റീജിയൻ എന്ന് പറയുന്നത് എൻഡോകാർപ്പായിരിക്കും. ക്ലിയർ ആയല്ലോ? പറഞ്ഞതെല്ലാം ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഇത്രയാണ് സീഡിൻ്റെ ഒരു ജനറൽ. ഇനി നമുക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ട് സീഡ്സിനെ കുറിച്ച്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സീഡ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസ്ഡ് ഓവ്യൂളാണ്. സീഡ് ഈസ് ഫോംഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഫ്രം ഓവ്യൂൾ. സീഡിന് ഒരു കോട്ട് ഉണ്ടായിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. സീഡ് കോട്ട് ഉണ്ടായിരിക്കും. പിന്നെ സീഡിൻ്റെ ഉള്ളിൽ 2 കോട്ടിലഡൻസ് ഉണ്ടായിരിക്കും. ഡൈക്കോട്ട് സീഡാണെങ്കിൽ 2 പരിപ്പ് ഉണ്ടായിരിക്കും. മോണോക്കോട്ട് സീഡാണെങ്കിൽ അരി ഗോതമ്പിലൊക്കെ ഒരു സീഡേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തുണ്ടാവും? സീഡിന് ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടായിരിക്കും. കോട്ടിലിൻ്റെ മിഡിലായിട്ടാണ് മുളപ്പ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? സീഡ് കോട്ട് ഉണ്ടാവുന്നത് ഓവ്യൂളിൻ്റെ ഇൻറ്റഗ്മെൻസിൽ നിന്നാണ്. സീഡ് കോട്ട് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? സീഡ് കോട്ട് ഉണ്ടാകുന്നത് ഓവ്യൂളിൻ്റെ ഇൻറ്റഗ്മെൻസിൽ നിന്നാണ്. അപ്പോൾ സീഡ് കോട്ട് ഓവ്യൂളിലെ ഇൻറ്റഗ്മെൻസിന്, ഔട്ടർ ഇൻറ്റഗ്മെൻസിൻ്റെ മൈക്രോപൈല റീജിയനിൽ ഒരു കുഞ്ഞൊരു ഓപ്പണിംഗ് കാണപ്പെടും. ആ ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് മൈക്രോപൈൽ അല്ലേ. അപ്പോൾ ഇത് നമ്മളെ സീഡിനിലും കാണപ്പെടും. സർഫസിൽ കുഞ്ഞൊരു പോറ്. ആ പോറ് എന്തിനു സഹായിക്കുന്നു? ഓക്സിജൻ്റെയും വാട്ടറിൻ്റെയും എക്സ്ചേഞ്ചിന് സഹായിക്കുന്നു ഫോർ സീഡ് ജെർമിനേഷൻ. ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് സീഡിൽ 2 കോട്ടിലഡൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? 2 കോട്ടിലഡൻസ് ഉണ്ട് അല്ലേ. മിഡിലായിട്ട് എംബ്രിയോണൽ ആക്സിസ് കാണപ്പെടും. എംബ്രിയോണൽ ആക്സിസിൻ്റെ അപ്പർ പോർഷൻ പ്ലൂമ്യൂൾ, ലോവർ പോർഷൻ റാഡിക്കലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പറഞ്ഞത് മോണോകോട്ട് സീഡിൻ്റെ പ്രത്യേകതയാണ്. മോണോകോട്ട് സീഡിൽ ഒരേ ഒരു കോട്ടിലഡനെ ഉണ്ടാവുള്ളൂ. അതിനെന്താ പറയുക? സ്ക്യൂട്ടൽ എന്ന് പറയും. പിന്നെ മോണോകോട്ട് സീഡിൻ്റെ പ്രത്യേകതയാണ് എൻഡോസ്പെം completely not utilized for the development of embryo. So ഇവിടെ എന്തുണ്ടായിരിക്കും? ഒരു എൻഡോസ്പെം ഉണ്ടായിരിക്കും. ഈ എൻഡോസ്പെമിനെയും എംബ്രിയോയ്ക്ക് ഇരിക്കുന്ന കോട്ടിലഡനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പ്രോട്ടീനേഷ്യസ് ലെയർ കാണപ്പെടും. അതിന് അലൂറോൺ ലെയർ എന്നറിയപ്പെടും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു കോട്ടിലഡൻ. കോട്ടിലഡനിൽ എന്തുണ്ടായിരിക്കും? എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്. എംബ്രിയോണൽ ആക്സിസിൽ അപ്പർ പോർഷനായിട്ട് എന്തുണ്ട്? പ്ലിമ്യൂളുണ്ട്. ലോവറിൽ റാഡിക്കലുണ്ട്. പ്ലിമ്യൂളിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഷീറ്റിനെ പറയുന്ന പേരാണ് കോളിയോപ്റ്റൈൽ എന്ന്. ഓക്കെ, പ്ലിമ്യൂളിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഷീറ്റിനെ പറയുന്ന പേരാണ് കോളിയോപ്റ്റൈൽ. ഓക്കെ, റാഡിക്കലിനെ റൂട്ട് ക്യാപ്പിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഷീറ്റിനെ പറയുന്ന പേരാണ് കോളിയോറൈസ. എന്താ പറയുക? കോളിയോറൈസ. ദിസ് ഷീറ്റ് ഈസ് നോൺ ആസ് കോളിയോറൈസ. ഓക്കെ, ഇതാണ് റാഡിക്കൽ. ഈ റാഡിക്കലിൽ നിന്നാണ് റൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ആൽബുമിനസ് സീഡ്സ്, എന്താണ് നോൺ ആൽബുമിനസ് സീഡ്സ്. ഓക്കെ, ആൽബുമിനസ് സീഡ്സ് എന്ന് പറഞ്ഞാൽ അതിന് എക്സാമ്പിളാണ് ബീൻസ്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ബീൻസ് ആൻഡ് പയർ, പീ ആൻഡ് ഗ്രൗണ്ട് നട്ട്,
ഡൈക്കോട്ട് സീഡ് മിക്കവാറും എല്ലാതും എന്താണ് നോൺ ആൽബുമിനസ് സീഡ്സ് ആണ്. ആൽബുമിനസ് അല്ല, സോറി, നോൺ ആൽബുമിനസ് സീഡ്സ് ആണ്. ഇതാണ് മോണോക്കോട്ട് സീഡ്, കോണിൻ്റെ സീഡ് പ്ലസ് സൺഫ്ലവറിൻ്റെ ഒരു ഡൈക്കോട്ട് പ്ലാന്റ് ആണ് സൺഫ്ലവർ പ്ലസ് കാസ്റ്റർ. സൺഫ്ലവർ ആൻഡ് ഇതെല്ലാം എന്തിനാണ് എക്സാമ്പിൾ? ഇത് ഡൈക്കോട്ട് പ്ലാന്റ് ആയിട്ടുള്ള പീ, ബീൻസ്, ഗ്രൗണ്ട്നട്ട് എല്ലാം ആ സീഡെല്ലാം നോൺ ആൽബുമിനസ് സീഡ്സിൻ്റെ എക്സാമ്പിളാണ്. നോൺ ആൽബുമിനസ്. ഇത് സൺഫ്ലവർ ഏതൊക്കെയാണ്? കൊക്കനട്ട്, കോൺ, ഇതെല്ലാം മോണോക്കോട്ട് സീഡാണ്. അതിൽ എൻഡോസ്പേം ഉണ്ടായിരിക്കും. അതിന് പുറമെ രണ്ട് ഡൈക്കോട്ട് പ്ലാന്റും കൂടി ഉണ്ട് എൻഡോസ്പേം ഉള്ളത്, സൺഫ്ലവർ ആൻഡ് കാസ്റ്റർ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് എൻഡോസ്പേമസ് സീഡ്സ് ആണ്. ഇവർ നോൺ എൻഡോസ്പേമസ് സീഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ കോണും കൊക്കനട്ടും കാസ്റ്റർ ആൻഡ് സൺഫ്ലവർ, ഇത് സൺഫ്ലവറിൻ്റെ സീഡാണ്. അതേപോലെ തന്നെ കാസ്റ്റർ അവണക്കിൻ്റെ സീഡ്, ഇതെല്ലാം ആൽബുമിനസ് സീഡ്സ് ഓർ എൻഡോസ്പേമസ് സീഡ്സിന് എക്സാമ്പിളാണ്. പയറിൻ്റെ, ബീൻസിൻ്റെ, ഗ്രൗണ്ട് നട്ടിൻ്റെ, ഡൈക്കോട്ടിൻ്റെ ഒക്കെ സീഡ് എക്സെപ്റ്റ് സൺഫ്ലവർ ആൻഡ് കാസ്റ്റർ എന്താണ്? നോൺ ആൽബുമിനസ് സീഡ്സ് അല്ലെങ്കിൽ നോൺ എൻഡോസ്പേമസ് സീഡ്സ് ആണ്. അപ്പോൾ എന്താണ് ആൽബുമിനസ് സീഡ്സ്, എന്താണ് ആൽബുമിനസ് സീഡ്സ്, എന്താണ് എൻഡോസ്പേമസ് സീഡ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മെച്യൂർ സീഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, മെച്യൂർ സീഡ്സ് ആർ 2 types. ഫസ്റ്റ് ടൈപ്പ് ഈസ് നോൺ ആസ് നോൺ ആൽബുമിനസ് സീഡ്സ് ഓർ നോൺ എൻഡോസ്പേമസ് സീഡ്സ്. ഓക്കെ, സെക്കൻഡ് ഈസ് ആൽബുമിനസ് സീഡ്സ് ഓർ എൻഡോസ്പേമസ് സീഡ്സ്. ഓക്കെ, എന്താ അങ്ങനെ പറഞ്ഞാൽ? നോൺ ആൽബുമിനസ് സീഡ്സിൻ്റെ എക്സാമ്പിളാണ് ഡൈക്കോട്ടിൻ്റെ പീ, ബീൻസ്, ഗ്രൗണ്ട് നട്ട്, നമ്മൾക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള എക്സാമ്പിൾ. പിന്നെ ഡൈക്കോട്ട് സീഡ് എക്സെപ്റ്റ് സൺഫ്ലവർ ആൻഡ് കാസ്റ്റർ. ആൽബുമിനസ് സീഡ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ് കോൺ, മെയ്സ്, റൈസ്, അതായത് മോണോക്കോട്ട് സീഡ് പ്ലസ് ഡൈക്കോട്ട് സീഡ് രണ്ടെണ്ണുണ്ട്, സൺഫ്ലവറിൻ്റെ പ്ലസ് കാസ്റ്റർ. ഓക്കെ, അപ്പോൾ എന്താണ് നോൺ ആൽബുമിനസ് ആൻഡ് നോൺ എൻഡോ? ഇതാണ് കോൺ സീഡിൻ്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ മെയ്സിൻ്റെ സീഡിൻ്റെ, അതായത് സീഡ് വിത്ത് എൻഡോസ്പം. അതാണ് ആൽബുമിനസ് സീഡ്സ്. നോൺ ആൽബുമിനസ് അല്ല. എന്താണ് ആൽബുമിനസ് സീഡ്സ് എന്ന് പറഞ്ഞാൽ? സീഡ് വിത്ത് എൻഡോസ്പേം, അതിനെയാണ് എൻഡോസ്പേമസ് ഓർ ആൽബുമിനസ് സീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മോണോക്കോട്ട് സീഡ് എല്ലാത്തിലും നമുക്ക് എന്താണ്? എൻഡോസ്പേമിൻ്റെ അവശിഷ്ടം, റെമനൻസ് നമുക്ക് സീഡിൽ കാണാൻ പറ്റും. എൻഡോസ്പേം ഈസ് നോട്ട് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ. അപ്പോൾ എൻഡോസ്പേം ഉള്ള സീഡിനെ പറയുന്ന പേരാണ് മോണോക്കോട്ട് സീഡ്, സൺഫ്ലവർ ആൻഡ് കാസ്റ്റർ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. സൺഫ്ലവറിൻ്റെ, കാസ്റ്ററിൻ്റെ, മോണോക്കോട്ട് സീഡ് ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ആൽബുമിനസ് സീഡ്സ് ഓർ എൻഡോസ്പേമസ് സീഡ്സിന് എക്സാമ്പിളാണ്. നോൺ ആൽബുമിനസ് സീഡ്സിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ട് സീഡാണ്. ഡൈക്കോട്ടിൻ്റെ സീഡിൽ ആൽബുമിനും നമ്മളെ ആൽബുമിനസ് ആയിട്ടുള്ള എൻഡോസ്പേമും ഉണ്ടാവില്ല. അതുകൊണ്ട് നോൺ ആൽബുമിനസ് സീഡ്സ് എന്ന് പറയുന്നു. പീ, ബീൻസ് ആൻഡ് ഗ്രൗണ്ട് നട്ട് ആർ എക്സാമ്പിൾ ഫോർ നോൺ ആൽബുമിനസ് സീഡ്സ്. ക്ലിയർ ആയല്ലോ? ഇനി ഒരു ടേം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് പെരിസ്പേം? ഓക്കെ, പെരിസ്പേം എന്നുള്ള ഒരു ടേമും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതായത് സാധാരണയായിട്ട് ന്യൂസെല്ലസ് എന്തിനാണ് ന്യൂസെല്ലസിൻ്റെ ഫങ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എംബ്രിയോൻ്റെ സ്ട്രക്ചർ, ഓവ്യൂളിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചപ്പോൾ ഇൻസൈഡ് ദി ഇൻറ്റഗുമെൻറ്റ് നമുക്ക് കാണാം ഡിപ്ലോയിഡ് ആയിട്ടുള്ള നെറേറ്റീവ് ആയിട്ടുള്ള ന്യൂസെല്ലാർ ടിഷ്യൂ. അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ദി ഡെവലപ്പിംഗ്, അല്ലേ? മെഗാസ്പോറോജെൻസിസിൽ ഡെവലപ്പിംഗ് എംബ്രിയോസാക്ക്. നമ്മൾ മൈക്രോസ്പോറോജെൻസിസിൽ ഡെവലപ്പിംഗ് മെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആയിട്ടുള്ള പൊള്ളൻ ഗ്രെയിൻസിന് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആരായിരുന്നു? ഇന്നർമോസ്റ്റ് വോൾ ലെയർ ഓഫ് ദി ആന്തർ ടപ്പീറ്റം. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് മെഗാസ്പോറോജെൻസിസിൽ ഡെവലപ്പിംഗ് എംബ്രിയോസാക്കിന് നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഇൻറ്റഗ്മെൻറ്റിൻ്റെ ഉള്ളിലുള്ള ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂസെല്ലാർ ടിഷ്യൂ ആണ്. അപ്പോൾ എന്താ ഉണ്ടാവുക?
എംബ്രിയോസാക്ക് മെച്യൂർ ആകുമ്പോൾ ന്യൂസിലസ് എല്ലാം കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവ്യൂളിൽ ന്യൂസിലസിൻ്റെ റെമനൻസ് ഉണ്ടാവില്ല. പക്ഷേ ഒക്കേഷണലി റയർലി എന്തുണ്ടായിരിക്കും, സം സീഡ്സ് ലൈക്ക് ആരൊക്കെയാണ് സം സീഡ്സ്, ഏതൊക്കെയാണെന്ന് പറയാം. സം സീഡ്സ് പൊസസ് റെമനൻസ് എന്ന് പറഞ്ഞാൽ എന്താ റെമനൻസ് വേർഡ് മീനിങ്? റെമനൻസ് മീൻസ് അവശിഷ്ടം അല്ലേ. റെമനൻസ് ഓഫ് ന്യൂസെല്ലസ് ആർ ഓൾസോ പേഴ്സിസ്റ്റൻ്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ആഫ്റ്റർ ഫെർട്ടിലൈസേഷന് ശേഷം എൻഡോസ്പേം എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നു. പക്ഷേ മോണോകോട്ട് സീഡിൽ എൻഡോസ്പേം കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ സീഡ് വിത്ത് എൻഡോസ്പേം ഉണ്ട് അല്ല. അതാണ് മോണോകോട്ട് സീഡ്, സൺഫ്ലവർ ആൻഡ് കാസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അടുത്തത് പറയുന്നത് ന്യൂസിലസ് ഈസ് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോസാക് ഡ്യൂറിങ് മെഗാസ്പോറോജൻസിസ് അല്ലെങ്കിൽ ഡ്യൂറിങ് എംബ്രിയോസാക് ഡെവലപ്മെൻറ്റ്. But in some species rarely possess remnants of nucellus. Remnants of nucellus is also persistent in some seeds like beet and pepper. Example very important. ഈ 3 പറഞ്ഞ എക്സാമ്പിളും ഇതിൻ്റെ എക്സാമ്പിള് നോൺ ആൽബുമിനസിന്, ആൽബുമിനസിൻ്റെ എക്സാമ്പിള് സൺഫ്ലവർ, കാസ്റ്റർ, കോൺ, മെയ്സ്, റൈസ്. ബീറ്റ് ആൻഡ് പെപ്പർ ഏതിൻ്റെ എക്സാമ്പിളാണ്? ബീറ്റ് ആൻഡ് പെപ്പർ ആർ എക്സാമ്പിൾ ഫോർ എന്തിനാണ്? പേഴ്സിസ്റ്റൻറ്റ് ന്യൂസെല്ലസ് ആയിട്ടുള്ള ഈ ഒരു കണ്ടീഷന് എന്താ പറയുക? സം സീഡ്സ് വിത്ത് പേഴ്സിസ്റ്റൻറ്റ് ന്യൂസെല്ലസ് ഈസ് നോൺ ആസ് പെരിസ്പേം. ആരിലാണ് പെരിസ്പേം ഉള്ളത്? ബീറ്റ് ആൻഡ് പെപ്പർ. ആരിലാണ് നോൺ ആൽബുമിനസ് അല്ലെങ്കിൽ നോൺ എൻഡോസ്പേമസ് ആയിട്ടുള്ള സീഡ് കാണപ്പെടുന്നത്? പീ, ബീൻസ് ആൻഡ് ഗ്രൗണ്ട്നട്ട് അല്ലെങ്കിൽ ഡൈക്കോട്ട് സീഡ്സ്. മോണോകോട്ട് സീഡിൽ പ്ലസ് സൺഫ്ലവറിൽ ആൻഡ് കാഷ്യൂ അതിലാണ് ആൽബുമിനസ് ആയിട്ടുള്ള സീഡ് അല്ലെങ്കിൽ എൻഡോസ്പേമസ് ആയിട്ടുള്ള സീഡ് കാണപ്പെടുന്നത്. ന്യൂസിലസ് പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള സീഡ് കാണപ്പെടുന്നത് ബീറ്റ് ആൻഡ് പെപ്പറിലാണ്. ഓക്കെ, ക്ലിയർ? ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സീഡ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്താണ്? സീഡ് വയബിലിറ്റി ആൻഡ് സീഡ് ഡോർമൻസി എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി ഉണ്ട്. അതാണ് നമ്മൾക്ക് ഇനി അടുത്ത് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് സീഡ് ഡോർമൻസി. എന്താണ്? സീഡ് ഡോർമൻസി. അടുത്ത നമ്മുടെ ടോപ്പിക് ഏതാണ്? സീഡ് ഡോർമൻസി. ഓക്കെ, അപ്പം നമുക്ക് ഇനി സീഡ് ഡോർമൻസിനെ കുറിച്ച് പറയാം. ഇത്രയും ക്ലിയർ ആയില്ലേ എന്താണ് സീഡ്? 2 ടൈപ്സ് സീഡ്സ്, സീഡിൻ്റെ സ്ട്രക്ചർ, ഇതെല്ലാം ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സീഡ് ഡോർമൻസിയാണ്. ഓക്കെ, പറയട്ടെ. അതായത് എന്താണെങ്കിൽ സാധാരണയായിട്ട് ഒരു സീഡിന് എന്താണ് വാട്ടർ കണ്ടൻ്റൊക്കെ ഒരു സീഡിൽ നിന്ന് കിട്ടാണ്ടാവും അല്ലേ. സീഡ് മെച്യൂർ ആകുമ്പോൾ സീഡ് ബിക്കംസ് ഡ്രൈ ആൻഡ് വാട്ടർ കണ്ടൻറ്റ് ഈസ് റെഡ്യൂസ്ഡ്. ഓക്കെ, അപ്പം ദ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഓഫ് ദി സീഡ് അല്ലെങ്കിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഓഫ് ദി എംബ്രിയോ ഇൻസൈഡ് ദി സീഡ് ഈസ് സ്ലോസ് ഡൗൺ. Then that time the seed enter into a state of inactivity. That phase is known as seed dormancy. ഓക്കെ, എന്താ സീഡ് ഡോർമൻസി എന്ന് ക്ലിയർ ആയല്ലോ? എന്താ സീഡ് ഡോർമൻസി എന്ന് പറഞ്ഞാൽ? സീഡ് ഡോർമൻസി അതായത് സീഡ് വെൻ മെച്യൂർ ദ വാട്ടർ കണ്ടന്റ് ഈസ് ലോസ്റ്റ് ആൻഡ് the metabolic activity of the embryo inside it is slows down and it is enter into a state of ഏത് സ്റ്റേറ്റിലേക്ക് എത്താം? it is enter into a state of inactive stage, inactivity, and this inactive condition is known as seed dormancy. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതിനെയാണ് സീഡ് ഡോർമൻസി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് സീഡ് ഡോർമൻസി. ഇത്രയും ക്ലിയർ ആയില്ലേ എന്താണ് സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ ഫേവറബിൾ കണ്ടീഷൻ ആവുമ്പോൾ വെൻ ദേ ഗെറ്റ് വാട്ടർ
ആൻഡ് ഓക്സിജൻ വാട്ടർ. അപ്പോൾ വാട്ടർ, ഓക്സിജൻ, മോയ്സ്ചർ ഇതെല്ലാം കിട്ടുമ്പോൾ അത് ജെർമിനേറ്റ് ചെയ്യും. ഓക്കെ, ജെർമിനേറ്റ് ചെയ്യും. ഡോർമൻസി പീരീഡിൽ എംബ്രിയോ ഇനാക്റ്റീവ് ആയിരിക്കും. വെൻ വാട്ടർ ഗെറ്റ് ഓർ ഫേവറബിൾ കണ്ടീഷൻ, അൺഫേവറബിൾ കണ്ടീഷനിൽ സീഡ് ഡോർമൻസിലേക്ക് പോവും. ഫേവറബിൾ കണ്ടീഷനിൽ വാട്ടർ, ഓക്സിജനും മോയ്സ്ചറൊക്കെ ലഭിക്കുമ്പോൾ അത് ജെർമിനേറ്റ് ചെയ്യും. അതിൻ്റെ എംബ്രിയോ എന്തായിരിക്കും? ആക്റ്റീവ് ആവും. അത് മുളച്ച് അതിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ സീഡ് ഡോർമൻസി പറയുമ്പോൾ ഇത്രയാണ് സീഡ് ഡോർമൻസി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ടേം പഠിക്കാൻ പോകുന്നത് സീഡ് വയബിലിറ്റി ആണ്. എന്താണ് സീഡ് വയബിലിറ്റി എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സീഡ് വയബിലിറ്റി. എന്താണ് സീഡ് വയബിലിറ്റി എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് സീഡ് വയബിലിറ്റി എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മീൻ ബൈ സീഡ് വയബിലിറ്റി? സീഡ് വയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ സീഡ് വയബിലിറ്റി? ഈ ഡോർമൻസി ആയിട്ട് തന്നെ ബന്ധമുള്ളതാണ്. ഓക്കെ, അതായത് ചില സീഡ്സിന് വയബിലിറ്റി, അതായത് ദ പീരീഡ് അറ്റ് വിച്ച് ദേ ആർ ഫെർട്ടൈൽ, ആ പീരീഡിനെയാണ് വയബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വയബിലിറ്റി പറഞ്ഞിരുന്നു. ചില സീഡ്സിന് വയബിലിറ്റി വളരെ കുറച്ച് മന്തിനുള്ളിൽ നശിച്ചു പോകും. നമുക്കറിയാം ജാക്ക് ഫ്രൂട്ടിൻ്റെ സീഡൊന്നും അധികം നാളെ ഇരിക്കില്ല. ടാമറിൻ്റെ സീഡൊക്കെ വേഗം നശിച്ചു പോകും അല്ലേ? പക്ഷേ ചില സീഡ്സ് ലീവ് ഫോർ മെനി ഇയേഴ്സ്, സെവറൽ ഇയേഴ്സ്. അതിന് എക്സാമ്പിളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ 2 എക്സാമ്പിൾസ്. ഓക്കെ, ഫിഗർ ഇവിടെയാണ് വരേണ്ടത്. സീഡ് വയബിലിറ്റീൻ്റെ അവിടെയാണ് ഈ ഫിഗർ വരേണ്ടത്. ഇത് ഏത് ടോപ്പിക്കിൽ വരുന്നു? സീഡ് വയബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് വരുന്നത്. ഓക്കെ, സീഡ് വയബിലിറ്റിയിൽ വരുന്ന ടോപ്പിക്കിൽ വരുന്ന ഫിഗറാണിത്. ഓക്കെ, എന്താണ് സീഡ് വയബിലിറ്റി എന്ന് പറഞ്ഞാൽ? ദ പീരീഡ് അറ്റ് വിച്ച് സീഡ് വയബിൾ അല്ലെങ്കിൽ സീഡ് വയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സീഡ് വയബിലിറ്റി ഈസ് ദ പീരീഡ് അറ്റ് വിച്ച് ദ സീഡ് ബിക്കം ഫെർട്ടൈൽ. ഓക്കെ, അപ്പോൾ സീഡ് വയബിലിറ്റി പീരീഡ് ഈസ് few months for some seeds, but the viability period of seed is several years for many other species. Okay, for example, seed viability എത്രയാണ്? 10,000 years ഓഫ് വയബിലിറ്റി പീരീഡ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇത്. എത്രയാണ് ഇതിൻ്റെ സീഡ് വയബിലിറ്റി? 10,000 ഇയർ. ഓക്കെ, ഇതിൻ്റെ പേരാണ് ലുപ്പിനസ് ആർക്ടിക്ടസ്. ലുപ്പിനസ് ആർക്ടിക്ടസിൻ്റെ പ്രത്യേകതയാണ് അതിൻ്റെ സീഡ് വയബിലിറ്റി എത്രയാണ്? 10,000 ഇയേഴ്സാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? 10,000 ഇയറോളം. അതായത് ഈ ഒരു ചെടീനെ എവിടെ നിന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്? നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എക്സ്കവേറ്റ് ചെയ്തെടുക്കുക, ഉത്ഖനനം ചെയ്തെടുക്കുക എന്ന് പറയും അല്ലേ? എക്സ്കവേറ്റ് ചെയ്തെടുത്തത് അതിന് പേരുണ്ട് ആർക്ടിക്ടസ് എന്ന് പറഞ്ഞാൽ ആർട്ടിക് റീജിയനിലുള്ള ആർട്ടിക് തുന്ദ്ര അറിയാലോ? ആർട്ടിക് തുന്ദ്ര റീജിയനിൽ നിന്നാണ് ഈ ലുപ്പിനസ് ആർക്ടിക്ടസ് എന്ന് പറയുന്ന ലുപ്പിനസ് ആർക്ടിക്ടസ് എന്ന് പറയുന്ന ഈ ചെടിയുടെ സീഡ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്തെടുത്തത്. ഓക്കെ, നമുക്ക് ഉത്ഖനനം ചെയ്തെടുത്തതാണ്. അപ്പോൾ ആ സീഡ് എടുത്തിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റഡ് റെക്കോർഡ് എന്ന് പറയുന്നത് 10,000 ഇയേഴ്സോളം ഡോർമൻസിലിരിക്കുന്ന ആ സീഡിനെ എടുത്ത് നമ്മൾ ജെർമിനേറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ അത് മുളച്ചു വന്നു. ഓക്കെ, അപ്പോൾ അതിന് എന്താ മനസ്സിലായത്? അതിൻ്റെ ഡോർമൻസി പീരീഡ് എത്രയാണ്? 10,000 ഇയേഴ്സോളം ഉണ്ട് അല്ലേ? അതിൻ്റെ വയബിലിറ്റി പീരീഡും 10,000 ഇയേഴ്സോളം ഉണ്ട്. അതായത് 10,000 ഇയേഴ്സിന് ശേഷമാണ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്തെടുത്തത്. എന്നിട്ട് അത് മുളപ്പിച്ചപ്പോൾ അത് മുളച്ചു. അപ്പോൾ അതെന്താണ്? വയബിലിറ്റി പീരീഡ് കൂടുതലുള്ളതാണ് അല്ലേ? വയബിലിറ്റി കുറഞ്ഞതാണെങ്കിൽ നശിച്ചു പോയാനെ. ഓക്കെ, അപ്പോൾ ഡോർമൻസി പീരീഡ് ധാരാളം ഉള്ളതും വയബിലിറ്റി പീരീഡ് കൂടിയതിനും ഏറ്റവും കൂടിയ ചെടി ഏതാണ്? പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ, സീഡ് ഏതാണെന്ന് ചോദിച്ചാൽ ലുപ്പിനസ് ആർക്ടിക്ടസ് ആണ്. ദേ ആർ എക്സ്കവേറ്റഡ് ഫ്രം ദി ആർട്ടിക് തുന്ദ്ര റീജിയനിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്ത ലുപ്പിനസ് ആർക്ടിക്ടസിനാണ് 10,000 ഇയറോളം സീഡ് ഡോർമൻസി ഉള്ളത്, അല്ലെങ്കിൽ സീഡ് വയബിലിറ്റി പീരീഡ് 10,000 ഇയർ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് ഇതിന് 10,000 ഇയർ ആയിരുന്നു. 10,000 ഇയർ. ഇനി ഒരു 2000 വർഷത്തോളം സീഡ് വയബിലിറ്റി പീരീഡ് ഉള്ളത് അല്ലെങ്കിൽ ഡോർമൻസി പീരീഡ് ഉള്ള അടുത്ത പ്ലാന്റ് ആണ് നമ്മുടെ ഫെനിക്സ് ഡാക്ടിലിഫറ എന്ന് പറയുന്നത് നമ്മുടെ
ഡേറ്റ് പാം, ഈന്തപ്പഴം. ഓക്കെ, ഇതെവിടെ നിന്നാണ് എക്സ്കവേറ്റ് ചെയ്തത്? ഇത് നമുക്ക് ഈന്തപ്പഴം എല്ലാവർക്കും അറിയാമല്ലേ, നമ്മൾ ഗൾഫ് എന്നൊക്കെ കൊണ്ടുവരാറുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട് ഈന്തപ്പഴം, കഴിക്കാറുണ്ട് അല്ലേ. എവിടെയാണ് നമുക്ക് ഒറിജിൻ എന്ന് പറയുമ്പോൾ മിഡിൽ ഈസ്റ്റ് ഗൾഫ് കൺട്രീസിലാണ് ഈന്തപ്പഴം കാണപ്പെടുക അല്ലേ, ഡ്രൈ ആയിട്ടുള്ള റീജിയൻസിൽ. അപ്പോൾ ഈ ഈന്തപ്പഴം എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്ന് എക്സ്കവേറ്റ് ചെയ്തു? അതായത് ഡേറ്റ് പാമിൻ്റെ പേരാണ് ഫെനിക്സ് ഡാക്ടിലിഫറ എന്ന് പറയുന്ന ഡേറ്റ് പാം. എവിടെ നിന്നാണ്? നമ്മുടെ ഡെഡ് സീക്ക് അടുത്ത് കാണപ്പെടുന്ന ഒരു പാലസ് ഉണ്ട്, കിങ് ഹെറോഡ് പാലസ്. എവിടെയാണ്? ഡെഡ് സീൻ്റെ അടുത്ത് കാണപ്പെടുന്ന കിങ് ഹെറോഡ് പാലസ് എന്ന് പറയുന്നു. എവിടെയാണ്? ഡെഡ് സീൻ്റെ അടുത്ത് കാണപ്പെടുന്ന ഒരു പാലസാണ് കിങ് ഹെറോഡ് പാലസ്. കിങ് ഹെറോഡ്സ് പാലസ്. ഈ പാലസിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്തെടുത്ത ഈന്തപ്പഴത്തിൻ്റെ ഈ സീഡിന് എത്ര വർഷത്തെ പഴക്കമുണ്ട്? 2000 ഇയറോളം പഴക്കമുണ്ട്. ഓക്കെ, അപ്പോൾ സീഡ് വയബിലിറ്റി ഓർ സീഡ് ഡോർമൻസി 2000 ഇയർ ഉള്ള ആളാണ് ഫെനിക്സ് ഡാക്ടിലിഫറ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റ് പാം. സീഡ് വയബിലിറ്റി ഓർ സീഡ് ഡോർമൻസി 10,000 ഇയറോളം ഉള്ളതാണ് നമ്മുടെ ആർട്ടിക് തുന്ദ്ര റീജിയനിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്ത ലുപ്പിനസ് ആർക്ടിക്ടസ്. ക്ലിയർ ആയല്ലോ? ഇത്രയാണ് നമുക്ക് സീഡ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ സീഡ്സിൽ പറയുന്നുണ്ട്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് സീഡ്സ്. അത് നമ്മളിവിടെ നോട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയും. അതായത് ഒരു 6 പോയിൻ്റാണുള്ളത്. സീഡ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്താ? 1-2 പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക നിങ്ങൾ. സിൻസ് പോളിനേഷൻ, ഫസ്റ്റ് വൺ, പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് വാട്ടർ ആണ്. സീഡ് ഫോർമേഷൻ ഈസ് മോർ ഡിപ്പെൻഡബിൾ ആണ്. ഓക്കെ, സിൻസ് പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് വാട്ടർ, സീഡ് ഫോർമേഷൻ ഈസ് മോർ ഡിപ്പെൻഡബിൾ. ഓക്കെ, നെക്സ്റ്റ്, അതായത് പുതിയ റീജിയനിൽ പുതിയ ചെടികളൊക്കെ ഉണ്ടാവണമെങ്കിൽ ഏറ്റവും പുതിയ ചെടീനെ നമുക്ക് ജെർമിനേറ്റ് ചെയ്ത് പുതിയൊരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞൊരു ചെടി പറിച്ചു കൊണ്ടുവന്ന് നടുന്നതായിട്ടും നല്ലത്. ഡിസ്പേഴ്സൽ മെത്തേഡിൽ ഏറ്റവും നല്ല ഡിസ്പേഴ്സൽ മെത്തേഡ് എന്ന് പറയുന്നത് സീഡ് ഡിസ്പേഴ്സലാണ്. ഓക്കെ, അപ്പോൾ ന്യൂ ഹാബിറ്റായിട്ടുള്ള പുതിയൊരു കോളനി, പുതിയൊരു പ്ലാന്റ് കോളനി, പുതിയൊരു എക്കോസിസ്റ്റം നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിന് നമ്മൾക്ക് ഏറ്റവും നല്ലത് യൂസ് ചെയ്യാവുന്നത് സീഡാണ്. ഓക്കെ, പിന്നെ ദി ആർ റിച്ച് ഇൻ, അത് 2 പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സീഡ്സ് ആർ റിച്ച് ഇൻ ഫുഡ് റിസർവ്സ്, പ്രോട്ടീനേഷ്യസ് ആണ് അല്ലേ. അതുകൊണ്ട് ഈ സീഡ്ലിങ്സ് ആർ നറിഷ്ഡ്, സീഡ്ലിങ്സ് ആർ യൂസ്ഡ് ആസ് എ ഫുഡ് റിസർവ്സ് ആൻഡ് യങ് സീഡ്ലിങ്സ്, സീഡിൽ നിന്ന് മുളച്ചു വരുന്ന സീഡ്ലിങ്സ് ആർ നറിഷ്ഡ് അണ്ടിൽ ദേ ആർ കേപ്പബിൾ ഓഫ് ഫോട്ടോസിന്തസിസ്. ഓക്കെ, നെക്സ്റ്റ് 4ാമത്തെ പോയിന്റാണ് സീഡിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സീഡിൻ്റെ ഉള്ളിലാണ് എംബ്രിയോ ഇരിക്കുന്നത്. അപ്പോൾ ആ എംബ്രിയോനെ പ്രൊട്ടക്ട് ചെയ്താലാണ് നമുക്കൊരു യങ് ജനറേഷനെ ഓഫ് പ്ലാന്റ്, അല്ലെങ്കിൽ യങ് സീഡ്ലിങ്ങിന് ഒരു കുഞ്ഞൊരു പ്ലാന്റിനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ദ സീഡ് കോട്ട് ഓഫ് സീഡ് പ്രൊട്ടക്ട് ദ യങ് എംബ്രിയോ. അതാണ് 4ാമത്തെ ഇമ്പോർട്ടൻ്റ് ഓഫ് സീഡ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് സീഡ്സ്. പിന്നെ എന്താണ്? സീഡ് ഈസ് എ product of sexual reproduction, so new genetic combinations or variations are developed from seed. Okay, ഇനി അടുത്തത് ഡീഹൈഡ്രേഷൻ, 6th പോയിന്റ്. ഡീഹൈഡ്രേഷൻ ആൻഡ് ഡോർമൻസി ഓഫ് മെച്ചർ സീഡ്സ് ആർ ക്രൂഷ്യൽ ഫോർ സ്റ്റോറേജ് ഓഫ് സീഡ്സ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഫുഡ് ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് ഓൾസോ റൈസ് ഓഫ് ക്രോപ്പ് ഇൻ ദ നെക്സ്റ്റ് സീസൺ. അതായത് നമ്മുടെ റൈസൊക്കെ നമ്മളെന്താ വാട്ടർ കണ്ടൻറ്റ് പോകുമ്പോൾ അത് പത്തായപ്പുരയിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കും അല്ലേ. നെക്സ്റ്റ് ഇയറിൽ നമ്മളത് നനച്ച് ഒരു ചാക്കിലൊക്കെ നനച്ച് വെച്ച് സീഡ്ലിങ്സ് ഉണ്ടാക്കിയിട്ട് അത് പുതിയ ഒരു ക്രോപ്പ് ഉണ്ടാവാനായിട്ട് സീഡ്ലിങ്സ് യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ റിസർവ് ഫുഡ് മെറ്റീരിയലായിട്ടും സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നീട് എന്തിനാണ് പുതിയ ക്രോപ്പ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഈ സീഡ്സ് ഉപയോഗിക്കാം. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് സീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സീഡ് എന്ന ടോപ്പിക്ക് കഴിഞ്ഞു. ഓവ്യൂളിൽ നിന്ന് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചർ ആൻഡ് എവൻസിൽ ഓവ്യൂളിൽ നിന്ന് സീഡ് ഉണ്ടായി. സീഡിൻ്റെ സ്ട്രക്ചർ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സീഡ്സ്, നോൺ ആൽബുമിനസ്, ആൽബുമിനസ് സീഡ്സ് ആൻഡ് പെരിസ്പെം എന്താന്ന് പറഞ്ഞു. പിന്നെ സീഡിൻ്റെ വയബിലിറ്റി ഓർ ഡോർമൻസി പറഞ്ഞു. 2 പ്ലാന്റ് പറഞ്ഞു. ലുപ്പിനസ് ആർക്ടിക്ടസ് 10,000 ഇയേഴ്സോളം ഡോർമൻസി ഓർ വയബിലിറ്റി പീരീഡ് ഉള്ള ആളാണ്. 2,000 ഇയറോളം
വയബിലിറ്റി പീരീഡ് ആണ്. ഡെഡ് സീക്ക് അടുത്തുള്ള ഹെറോഡ് പാലസിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്ത നമ്മുടെ ഫെനിക്സ് ഡാക്ടിലിഫറ അല്ലെങ്കിൽ ഡേറ്റ് പാമിൻ്റെ സീഡ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് സീഡ്സ്. നെക്സ്റ്റ് ലാസ്റ്റ് പ്രൊഡക്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത് ഫെർട്ടിലൈസേഷൻ്റെ. ഏതാണ്? ഓവറി അല്ലേ? ഏതാണ്? ഫ്രൂട്ട് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നാലാമത്തെ പ്രൊഡക്റ്റ് fruit is a ripened ovary after fruit is formed from ovary after fertilization. എന്താണ് ഫ്രൂട്ട് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? fruit is a ripened ovary or fruit is developed from ovary after fertilization. രണ്ടും കറക്റ്റ് ആണ് അല്ലേ? ഇനി നമ്മൾ പറയുന്നത് ഫ്രൂട്ടിനൊരു വോളുണ്ട്. ഫ്രൂട്ടിൻ്റെ വോളിന് പറയുന്ന പേരാണ്, നമ്മൾ സീഡ് കോട്ട് പറഞ്ഞു അല്ലേ, ടെസ്റ്റാടെഗ്മ. അതുപോലെ ഫ്രൂട്ടിൻ്റെ വോളാണ് ഫ്രൂട്ട് വോൾ എന്ന് പറയുന്നത് ആരാണ്? പെരികാർപ്പാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഓവറിയുടെ വോളാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? ഫ്രൂട്ടിൻ്റെ വോളായിട്ട് മാറിയത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പം എന്താണ്? ഓവേറിയൻ വോൾ ഈസ് ലേറ്റർ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ലേറ്റർ ഫോംഡ് അല്ലെങ്കിൽ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഫോം ടു ഫ്രൂട്ട് വോൾ പെരികാർപ്പ്. അപ്പോൾ ദ വോൾ ഓഫ് ഫ്രൂട്ട് ഈസ് നോൺ ആസ് ഓവറി വോളാണ് പെരികാർപ്പായിട്ട് മാറുന്നത്. വോൾ ഓഫ് fruit is known as pericarp. wall of fruit is known as pericarp. ഓവറി ഓവറിയുടെ വോളാണ് പെരിക്കാർപ്പായിട്ട് മാറുന്നത്, ഫ്രൂട്ടിൻ്റെ വോളായിട്ട് മാറുന്നത്. ഓക്കെ, ഫ്രൂട്ട്സ് മേ ബി ഫ്ലഷി. ഇതുപോലെ ഫ്ലഷി ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്രൈ ആയിരിക്കാം അല്ലേ? ഫ്ലഷി ആയതിന് ഗോവ, നമ്മുടെ പേരയ്ക്ക, ഓറഞ്ച്, മാംഗോ. ഡ്രൈ ആയതിന് ഗ്രൗണ്ട് നട്ട്, മസ്റ്റാർഡ് അതൊക്കെ ഡ്രൈ ആയിട്ടുള്ള സീഡ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ പറഞ്ഞു ഫ്രൂട്ട് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്? ഫ്രൂട്ട് ഈസ് ഡെവലപ്ഡ് ഫ്രം ദി ഓവറി. സാധാരണ ഫ്രൂട്ട് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുക? ഓവറി അല്ലേ? അങ്ങനെയുള്ള ഫ്രൂട്ടിനെ പറയുന്ന പേരാണ് ട്രൂ ഫ്രൂട്ട്സ് എന്ന് പറയും. ഏതൊക്കെയാണ് ട്രൂ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്? മോസ്റ്റ് പ്ലാന്റ്സിൻ്റെ ഫ്രൂട്ട്സും എന്താണ്? ട്രൂ ഫ്രൂട്ട്സ് ആണ്. ഇനി എന്താണ് ഫോൾസ് ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കണം. എക്സെപ്ഷണൽ കേസാണ്. എന്താണ്? ഫോൾസ് ഫ്രൂട്ട്സ് ആർ ദി ഫ്രൂട്ട്സ് വിച്ച് ഡെവലപ്ഡ് ഫ്രം ദി പാർട്സ് അതർ ദെൻ ഓവറി അല്ലാണ്ട് മറ്റു ഭാഗങ്ങളിൽ നിന്ന്, ഓവറി അല്ലാത്ത ഭാഗങ്ങളിൽ നിന്ന്, പാർട്സ് അതർ ദെൻ ഓവറി ആണ്. ഏതൊക്കെയാണ്? ലൈക്ക് റിസെപ്റ്റാക്കിൾ. നമുക്കറിയാലോ എന്താ ഫ്ലവറിൻ്റെ റിസെപ്റ്റാക്കിൾ. തലാമസ് എന്താണെന്നറിയാലോ? ഈ തലാമസ് റിസെപ്റ്റാക്കിൾ റീജിയനിൽ നിന്ന് ഉണ്ടാകുന്നു. ഫ്ലവറിൻ്റെ തലാമസ് ഓർ റിസെപ്റ്റാക്കിൾ പോർഷനിൽ നിന്ന് ഉണ്ടാകുന്ന ഫ്രൂട്ട്സ്. പക്ഷെ എവിടെ നിന്നല്ല ഉണ്ടാകുന്നത്? ഓവറിൽ നിന്നല്ല. സാധാരണയായിട്ട് ഫ്രൂട്ട് എവിടെ നിന്നാണ് ഉണ്ടാവേണ്ടത്? ഓവറിൽ നിന്നാണ്. ഫോൾസ് ഫ്രൂട്ട്സ് ആർ അറൈസിങ് ഫ്രം ദി പാർട്സ് അതർ ദൻ ദി ഓവറി ലൈക്ക് റിസെപ്റ്റാക്കിൾ ആൻഡ് തലാമസ്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ പൂവിൻ്റെ പെറ്റലൊക്കെ ഇരിക്കുന്ന ആ ഹെഡ് പോർഷനാണ് തലാമസ് എന്ന് പറയുന്നത്. റിസെപ്റ്റാക്കിളിൻ്റെ അതിൻ്റെ അടിയിലുള്ള കപ്പ് പോലുള്ള സ്ട്രക്ചർ അല്ലേ? അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്നതിന് എക്സാമ്പിളാണ് കാഷ്യൂ. ഫോൾസ് ഫ്രൂട്ട്സിന് എക്സാമ്പിളാണ് കാഷ്യൂ. നോക്കുക, കാഷ്യൂൻ്റെ സീഡ് പുറമെയാണ്, ആ റിസെപ്റ്റാക്കിളാണ് വളർന്ന് വലുതായിട്ട് ഫ്രൂട്ടായിട്ട് നമ്മൾ കഴിക്കുന്ന കശുമാങ്ങ എന്ന് പറയുന്നത്. ഓക്കെ, കാഷ്യൂ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. സ്ട്രോബെറിയുടെ ഫ്രൂട്ട്സ് റിസെപ്റ്റാക്കിളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. കാഷ്യൂൻ്റെ ഫ്രൂട്ട്സ് റിസെപ്റ്റാക്കിൾ ഓർ തലാമസിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ആപ്പിളിൻ്റെ ഫ്രൂട്ട്സും ഉണ്ടാവുന്നത് റിസെപ്റ്റാക്കിളിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ fruits which are arising from the parts other than ovary like receptacle and thalamus is known as false fruits. എക്സാമ്പിൾ 3 എണ്ണം ഏതൊക്കെയാണ്? കാഷ്യൂ, സ്ട്രോബെറി ആൻഡ് ആപ്പിൾ. ക്ലിയർ ആയല്ലോ? ഇത്രയാണ് ഫ്രൂട്ട്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, ഫ്രൂട്ടിൻ്റെ വോളാണ് എപ്പികാർപ്പ് അല്ലേ? എപ്പികാർപ്പിനെ 3 റീജിയനായിട്ട്, ഇപ്പോൾ മാംഗോ ആണെങ്കിൽ മാംഗോൻ്റെ ഫ്രൂട്ടിൻ്റെ വോളിനെ നമ്മൾ മാങ്ങ കഴിക്കുമ്പോൾ തൊലി എന്ന് പറയും അല്ലേ, അത് നമ്മൾ കളയും. ആ ഒരു അപ്പർ പോർഷനെ പറയുന്ന പേരാണ് ഔട്ടർ വോളിനെ പറയുന്ന പേരാണ് അപ്പർ പോർഷനല്ല, ഔട്ടർ പോർഷനെ പറയുന്ന പേരാണ് ഔട്ടർ വോൾ ഓഫ് ഫ്രൂട്ട് ഈസ് നോൺ ആസ് എപ്പിക്കാർപ്പ്. പിന്നെ നമ്മൾ മാംഗോ ആണെങ്കിൽ ഫ്ലഷ് കഴിക്കും അല്ലേ, ഈ ഫ്ലഷിനെ പറയുന്ന പേരാണ് മീസോകാർപ്പ് ഈസ് ഫ്ലഷി. ആൻഡ് എൻഡോകാർപ്പ് എന്ന് പറയുന്നത് സീഡിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഫൈബ്രസ് ആയിട്ടുള്ള നേച്ചർ ഉള്ളതാണ് വോളാണ് എൻഡോകാർപ്പ് എന്ന് പറയുന്നത്. ഇത് മാംഗോയിൽ. ഓക്കെ, ഇനി കൊക്കനട്ടിലാണെങ്കിൽ എപ്പികാർപ്പ് ഉണ്ടായിരിക്കും. മീസോകാർപ്പ് എന്ന് പറയുന്നത് ഇതിൽ ഫ്ലഷിയാണ്. മാംഗോയിൽ മീസോകാർപ്പ് ഫ്ലഷി ആയിരുന്നു.
കൊക്കനട്ടിൽ മീസോകാർപ്പ് ഫൈബ്രസ് ആണ്. ഓക്കെ, ഫൈബ്രസ് ആയിട്ടുള്ള ചകിരിയാണ് മീസോകാർപ്പ്. എൻഡോകാർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചിരട്ടയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഫ്രൂട്ട് വോൾ പെരികാർപ്പ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു എപ്പികാർപ്പ്, മീസോകാർപ്പ് ആൻഡ് എൻഡോകാർപ്പ്. ക്ലിയർ ആയി അല്ലേ. ഇത്രയാണ് ഫെർട്ടിലൈസേഷൻ്റെ പ്രൊഡക്റ്റ്, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ എവൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എക്സെപ്ഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്താണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്? വാട്ട് ഈസ് മെൻ ബൈ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ഓക്കെ, നമ്മളിനി പഠിക്കാൻ പോകുന്നത് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആണ്. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്, പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ഓക്കെ, എന്താണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്നാണ് പറയുന്നത്? ഫ്രൂട്ട്സ് ആർ ആക്ച്വലി ഡെവലപ്ഡ് ഫ്രം ദി ഓവറിയിൽ നിന്നാണ് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത് അല്ലേ. റൈബണ്ട് ഓവറിയിൽ നിന്നാണ് ഫ്രൂട്ട് ഉണ്ടാവുന്നത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, എന്താ പാർത്തനോകാർപ്പിക്? ഫെർട്ടിലൈസേഷന് ശേഷം ഓവറിയിൽ നിന്നുണ്ടാവുന്നതാണ് ഫ്രൂട്ട്. പക്ഷേ ചില സ്പീഷീസിൽ ഫ്രൂട്ട്സ് ആർ ഡെവലപ്ഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ്? ദ ഫ്രൂട്ട്സ് വിച്ച് ആർ ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് നോൺ ആസ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ഓക്കെ, അപ്പോൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ട്സ് which develop the fruits which develop from പറയണ്ട, the fruits which develop without fertilization ആണ് എന്ത്? ഫെർട്ടിലൈസേഷൻ. സാധാരണ ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവറിൽ നിന്നാണ് അല്ലേ. ഫെർട്ടിലൈസ്ഡ് ഓവറിയാണ് ആര്? ഫെർട്ടിലൈസ്ഡ് ഓവറിയാണ് ഫ്രൂട്ട്. പക്ഷേ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആർ ദി ഫ്രൂട്ട്സ് വിച്ച് ഡെവലപ്ഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ്. അങ്ങനെയുള്ള ഫ്രൂട്ട്സിനെ പറയുന്ന പേരാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന്. എക്സാമ്പിൾ ബനാന. നമ്മൾ കഴിക്കുന്ന ബനാന ഒരു ഫ്രൂട്ടാണെന്ന് അറിയാലോ. ബനാനേൻ്റെ ഉള്ളിൽ അതെന്താണ്? ഫെർട്ടിലൈസേഷൻ നടക്കാണ്ട് ഉണ്ടാവുന്ന ഫ്രൂട്ടാണ്. അതിൻ്റെ ഉള്ള കുഞ്ഞു സീഡ്സ് കാണാമല്ലോ മിഡിൽ. അതെന്താണ്? അതിൻ്റെ സീഡ് അല്ലേ. അത് റുഡിമെൻ്ററി സീഡാണ്. അതും അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സീഡാണ്. ഓക്കെ, അത് ആ കുരു മുളച്ചിട്ട് നമുക്ക് ബനാന ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. നമ്മളെങ്ങനെയാണ് ആക്ച്വലി ബനാന ഉണ്ടാക്കുക? ബനാനൻ്റെ കായക്കുല ഉണ്ടല്ലേ, എൻ്റെ ടിപ്പിലൊരു ഫ്ലവർ ഉണ്ടാവും. ഫ്ലവറിൻ്റെ ഉള്ളിൽ തേൻ കുടിക്കാനുള്ളതുണ്ട് അല്ലേ. ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ പൊളം ഗ്രെയിൻസൊക്കെ വിരിഞ്ഞിട്ടാണോ പുതിയ വാഴക്കന്ന് ഉണ്ടാവുന്നത്? കുഞ്ഞ് വാഴ ചെടി ഉണ്ടാവുന്നത്, വാഴ ഉണ്ടാവുന്നത് അല്ല. സാധാരണ വാഴ എങ്ങനെ ഉണ്ടാവുക? വാഴക്കന്നിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ വാഴക്കന്നിൽ നിന്ന് പുതിയ മുള വന്നിട്ട് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡിഫിക്കേഷൻസിൽ. അപ്പോൾ സക്കർ, അതായത് ഒരു വാഴക്കന്നിൽ നിന്ന് ഒരു വാഴ നടും, അതിൻ്റെ കന്ന് അടിഭാഗത്തു നിന്ന് പുതിയൊരു മുളപ്പ് വരും. അത് ആ വാഴക്കന്ന് എടുത്തിട്ട് ആ കന്നായിട്ട് വരും. ആ കന്ന് കുഴിച്ചിട്ടാണ് പുതിയ വാഴ ഉണ്ടാക്കുന്നത്. ഓക്കെ, എ സെക്ഷൽ പ്രൊഡക്ഷൻ മെത്തേഡാണ്. ആരും ഈ പൂവിന് ഫെർട്ടിലൈസേഷൻ സംഭവിച്ചിട്ട് അതിൽ നിന്ന് പുതിയ വാഴ ഉണ്ടാവുന്നത് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കുന്ന ബനാന ആൻജിയോസ്പെർമാണ്, ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്, ഫ്ലവറൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് ഫ്ലവറിൽ നിന്ന് ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിലുണ്ടാവുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഫ്രൂട്ട് വിച്ച് ആർ ഡെവലപ്ഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ നമ്മുടെ വാഴപ്പഴത്തിൻ്റെ ഉള്ളിൽ സീഡും ഇല്ലാത്തത്. ഒരു കറുത്ത കളറിൽ കാണപ്പെടുന്നത് റുഡിമെൻ്ററി സീഡാണ്. അതും അൺഫെർട്ടിലൈസ്ഡ് ആണ്. അത് കുഴിച്ചിട്ടാൽ പുതിയ വാഴത്തൈയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ബനാനേൻ്റെ പ്രത്യേകത. വാട്ട് ഈസ് ദ പെക്യുലിയർ ഫീച്ചർ ഓഫ് ബനാന ഫ്രൂട്ട്? ഇറ്റ് ഈസ് എ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. ദിസ് ഫ്രൂട്ട് ഈസ് ഡെവലപ്ഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് ക്ലിയർ ആയി. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പാർത്തനോകാർപ്പി ആൻഡ് പാർത്തനോജെനിസിസ്. അപ്പോൾ നമുക്ക് എന്താണ് പാർത്തനോജെനിസിസ് എന്നുള്ളതും പഠിക്കണം. ഈ വർഷം നമ്മൾ ജെനറ്റിക്സിൽ പഠിക്കും. പക്ഷേ ഈ പാർത്തനോകാർപ്പി പഠിച്ച കൂടെ തന്നെ പാർത്തനോജെനിസിസും പഠിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഈ പാർത്തനോകാർപ്പി എങ്ങനെ ഉണ്ടാക്കുക? നമുക്ക് പാർത്തനോകാർപ്പി ഗ്രോത്ത് ഹോർമോൺ ഉപയോഗിച്ചിട്ടും പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാം. അതായത് സീഡ്ലെസ് ആയിട്ടുള്ള ഫ്രൂട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടത്താൻ തന്നെ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാക്കാൻ പറ്റും. ഗ്രോത്ത് ഹോർമോൺ യൂസിങ് ഗ്രോത്ത് ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഹോർമോൺ, ഫൈറ്റോ ഹോർമോൺസ് ഉപയോഗിച്ചിട്ട്.
ഓക്കെ, അങ്ങനെ ഉണ്ടാവുന്ന പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സിൻ്റെ പ്രത്യേകത ദീസ് ആർ സീഡ്ലെസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് പാർത്തനോകാർപ്പി ക്യാൻ ബി ഇൻഡ്യൂസ് ത്രൂ ദ അപ്ലിക്കേഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺസ്. ഗ്രോത്ത് ഹോർമോൺ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാവുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് സീഡ്ലെസ് ആയിരിക്കും. നമ്മുടെ ബനാനയും അസെക്ഷലി ഉണ്ടായിട്ടുള്ള അസെക്ഷൽ പ്രൊഡക്ഷൻ നടക്കുന്ന ബനാനയിലെ ഫ്രൂട്ട്സും സീഡ്ലെസ് ആണ്. സീഡൊന്നും ഇല്ല, റൂഡിമെൻ്ററി സീഡാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രോത്ത് ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സിലും ഈ പ്രത്യേകത സീഡ്ലെസ് ആയിരിക്കും അത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പഠിച്ചു. ഫ്രൂട്ട്സ് പഠിച്ച കൂട്ടത്തിൽ തന്നെ ഇന്ന് നമ്മൾ പാർത്തനോകാർപ്പി പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പാർത്തനോജെനസിസ്. എന്താണ് പാർത്തനോജെനസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹണി ബീയിൽ ആരൊക്കെയുണ്ട്? മെയിൽ ഹണി ബി ഉണ്ട്, ഫീമെയിൽ. ഇത് ഫീമെയിൽ ഹണി ബി, മെയിൽ ഹണി ബി. ഫീമെയിൽ ഹണി ബി 2 ടൈപ്പ് ഉണ്ട്. ക്യൂനുണ്ട്, നന്നായിട്ട് ഭക്ഷണമൊക്കെ കിട്ടി വളരുന്ന ആളാണ് ക്യൂനായിട്ട് മാറുന്നത്. ഭക്ഷണം കുറച്ച് കിട്ടുന്ന ഹൈവ്സിൽ നിന്ന് വളരുന്ന ആളാണ് വർക്കറായിട്ട് മാറുന്നത്. ഓക്കെ, വർക്കർ ഹണിബി. മെയിൽ ഹണിബി എന്ന് പറയും. മെയിൽ ഹണിബീനെ നമ്മൾ പറയുന്ന പേരാണ് ഡ്രോൺ. ഈ ഫീമെയിൽ ഹണിബിയുടെ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് 32ഉം 16ഉമാണ്. ഇതൊരു ഹാപ്ലോയിഡ് ഓർഗാനിസമാണ്, ഇതൊരു ഡിപ്ലോയിഡ് ഓർഗാനിസമാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, മെയിൽ ഹണിബീൻ്റെ ക്രോമസോം നമ്പർ എത്രയാണ്? 16. ഫിമെയിൽ ഹണിബിയുടെ ക്രോമസോം നമ്പർ എത്രയാണ്? 32. അപ്പോൾ ഇതിൽ നിന്ന് ഗ്യാമേറ്റ്സ്, ഇത് ഒരു ഹാപ്ലോയിഡ് ഓർഗാനിസം ആകുമ്പോൾ അതിൽ നിന്ന് 16 ക്രോമസോം ഉള്ള ഒരു ഗ്യാമേറ്റ്സ് ഉണ്ടാവും. ഇവരുടെ 16 ഉള്ള 2 എക്സിൽസ് ഉണ്ടാവും, 2 ഗ്യാമേറ്റ്സ് ഉണ്ടാവും. ഓക്കെ, XX. ഓക്കെ, ഇതിൽ X മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇവർ തമ്മിൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ ഇതിലെ ഗ്യാമേറ്റ്സ് ഇതായിട്ട് ഫെർട്ടിലൈസേഷൻ ചെയ്യുമ്പോൾ 32 ക്രോമസോമുള്ള ഒരു ഫീമെയിൽ വർക്കറോ അല്ലെങ്കിൽ ക്യൂനോ ഉണ്ടാവുന്നു. ഓക്കെ, ഇനി ഫീമെയിലിലെ 2ാമത്തെ ഗ്യാമേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എഗ് ഓർ ഓവ ഉണ്ട്. ഈ എഗ് ഓർ ഓവത്തിന് ഫെർട്ടിലൈസ് ചെയ്യാനായിട്ട് ഇവിടെ വേറൊരു മെയിൽ ഗ്യാമേറ്റ് ഇല്ല. അപ്പോൾ ഫീമെയിൽ ഗ്യാമേറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് 16 ക്രോമസോമുള്ള ആരുണ്ടാവുന്നു? മെയിൽ ഹണിബി ഉണ്ടാകുന്നു. ഓക്കെ, അതിനെ ഡ്രോൺ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പാർത്തനോജെനസിസ്? ഫോർമേഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ. ആരാണ്? മെയിൽ ഹണിബി മാത്രമേ നമുക്ക് എക്സാമ്പിൾ പഠിക്കാനുള്ളൂ, വേറെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയേണ്ട. നമുക്ക് പഠിക്കാനുള്ളത് മെയിൽ ഹണിബീൻ്റെ കാര്യമാണ്. ഫോർമേഷൻ ഓഫ് ഇൻഡിവിജ്വൽ. ആരാണ്? മെയിൽ ഹണിബി. ഫിമെയിൽ അല്ല കേട്ടോ, 16 ക്രോമസോം നമ്പർ മാത്രമല്ല മെയിൽ ഹണിബി. ഫ്രം എവിടെ നിന്നാണ്? ഫിമെയിൽ ഗ്യാമേറ്റ് ഓർ എഗ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ എന്താണ്? ഫിമെയിൽ ഗ്യാമേറ്റ് എഗ് ഈസ് ഡയറക്ട്ലി കൺവേർട്ടഡ് ഇൻ ടു male honeybee. So male honeybee drone is a haploid individual, female honeybee is a diploid individual. ഓക്കെ, അപ്പോൾ എന്താണ് പാർത്തനോജെനസിസിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത്? ജെനസിസ് മീൻസ് ഫോർമേഷൻ. അപ്പോൾ എന്താണ് പാർത്തനോജെനസിസ്? ഫോർമേഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഫോർമേഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ. ആരാണ് ഇൻഡിവിജ്വൽ? ഇവിടുത്തെ മെയിൽ ഹണിബി ആയിട്ടുള്ള ഡ്രോൺ അല്ലേ, പാവം ഡ്രോൺ. ഇൻഡിവിജ്വൽ അതെവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? Formation of an individual drawn from an unfertilized egg. ഈ എഗ് മെയിൽ ഗ്യാമേറ്റ് ആയിട്ട് ഫെർട്ടിലൈസ് ചെയ്തിട്ട് ഫിമെയിൽ ഉണ്ടാകും. 2ാമത്തെ എഗ്ഗിന് ഫെർട്ടിലൈസ് ചെയ്യാനായിട്ട് മെയിൽ ഗ്യാമേറ്റ് ഇല്ല. അപ്പോൾ ഫോർമേഷൻ ഓഫ് ഡ്രോൺ ഓർ എൻ ഇൻഡിവിജ്വൽ ഫ്രം എൻ അൺഫെർട്ടിലൈസ്ഡ് എഗ് ഓർ ഫിമെയിൽ ഗ്യാമേറ്റ് ഈസ് നോൺ ആസ് പാർത്തനോജെനസിസ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പാർത്തനോകാർപ്പി വിത്ത് എക്സാമ്പിൾ, പാർത്തനോകാർപ്പി ആൻഡ് പാർത്തനോജെനസിസ് വിത്ത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഇരിക്കും, എക്സാമ്പിൾസ് പലരും മറക്കാറുണ്ട്. അപ്പോൾ എന്താ പാർത്തനോകാർപ്പി? ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് നോൺ ആസ് പാർത്തനോകാർപ്പി. എക്സാമ്പിൾ ബനാന. ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ ഇൻഡിവിജ്വൽ ഫ്രം ഫിമെയിൽ ഗ്യാമേറ്റ് ഓർ എഗ് ഓർ ഓവം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് നോൺ ആസ് പാർത്തനോജെനസിസ്. എക്സാമ്പിൾ മെയിൽ ഹണിബി ഓർ ഡ്രോൺ. ക്ലിയർ? അപ്പോൾ എന്താണ് പാർത്തനോകാർപ്പി എന്നുള്ളത് കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി. ഇത് രണ്ടും ഇത് അപ്പോമിക്സിസ് പഠിക്കുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ച് പോളി എംബ്രിയോണിയും പഠിക്കണം. ഓക്കെ, പോളി എംബ്രിയോണി പഠിക്കണമെങ്കിൽ അപ്പോമിക്സിസും അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്താണ് അപ്പോമിക്സിസ്, എന്താണ് പോളി എംബ്രിയോണി? ഓക്കെ, എന്താണ് അപ്പോമിക്സിസ്? ഫസ്റ്റ് നമ്മൾ അപ്പോമിക്സിസ് എന്താണെന്ന് പഠിക്കാം. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോമിക്സിസിൻ്റെ വേർഡ് മീനിങ് ഈസ് എവേ ഫ്രം മിക്സിങ്. മിക്സിങ്ങിൽ നിന്ന് അകലെ, മിക്സ് ചെയ്യാത്ത അവസ്ഥ. മിക്സിംഗ് എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ. എവേ ഫ്രം ഫ്യൂഷൻ. ഓക്കെ,
അപ്പോൾ അപ്പോമിക്സിസ് എന്താണെങ്കിൽ ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആയിരുന്നു പാർത്തനോകാർപ്പി എങ്കിൽ അപ്പോമിക്സിസ് മീൻസ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്, ഫ്രൂട്ട് അല്ല, പ്രൊഡക്ഷൻ ഓഫ് സീഡ് without fertilization. Okay, formation of fruit without fertilization is parthenocarpic fruits. What is meant by apomictic seed or apomixis? For production of seed without fertilization. Fertilization നടക്കാണ്ട് എങ്ങനെയാണ് സീഡ് ഉണ്ടാവുക? സീഡ് ഈസ് എ ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ അല്ലേ? സീഡ് ഈസ് ഫോംഡ് ഫ്രം ഫെർട്ടിലൈസ്ഡ് ഓവ്യൂള. പക്ഷേ ഫെർട്ടിലൈസേഷൻ നടക്കാണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? സീഡ് ഉണ്ടാക്കാൻ പറ്റും. ഫെർട്ടിലൈസേഷൻ നടന്നാലാണ് എംബ്രിയോസാക്ക് ഇരിക്കുന്ന ഓവ്യൂള് സീഡായിട്ട് മാറുള്ളൂ അല്ലേ? പക്ഷേ ഫെർട്ടിലൈസേഷൻ നടക്കാണ്ട് നമുക്ക് എങ്ങനെ സീഡ് ഉണ്ടാക്കാൻ പറ്റും? അതാണ് അപ്പോമിക്സിസ് എന്നറിയപ്പെടുന്നത്. അപ്പോമിക്സിസ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. എങ്ങനെയാണ് അപ്പോമിക്റ്റിക് സീഡ് ഉണ്ടാക്കുന്നത്? ഡെവലപ്മെൻറ്റ് ഓഫ് അപ്പോമിക്റ്റിക് സീഡാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് അപ്പോമിക്റ്റിക് സീഡ്. മിക്റ്റിക് അപ്പോമിക്സിസ് വഴിയുള്ള സീഡ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു നമ്മുടെ ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാം കേട്ടോ. ഇത് എംബ്രിയോ, ഇത് ഇൻഡെഗുമെൻറ്റ്, ഇതും ഇൻഡെഗുമെൻറ്റ്, ഇതിൻ്റെ ഉള്ളിൽ ന്യൂസെല്ലാർ റീജിയൻ ഉണ്ട്. ഇതാണ് ന്യൂസെല്ലാർ റീജിയൻ. ഓക്കെ, മുകളിലേക്കായിട്ടിരിക്കുന്നൊരു ഇതാണ് ഞാൻ വരച്ചത്, ഓവ്യൂളാണ് വരച്ചത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇതാണ് മൈക്രോപൈലർ റീജിയൻ. അപ്പോൾ ശ്രദ്ധിക്കുകയാണ് കേട്ടോട്ടാ. ഇൻ സം സ്പീഷീസ് ഡിപ്ലോയിഡ് എക്സെൽ ഈസ് ഡെവലപ്ഡ്. അതായത് സാധാരണയായിട്ട് എക്സെൽ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്. പക്ഷേ റിഡക്ഷൻ ഡിവിഷൻ ഒന്നും ഇല്ലാണ്ട് ചില സ്പീഷീസിൽ ഡിപ്ലോയിഡ് എക്സെൽസ് ഉണ്ടാവും. ഓക്കെ, ഈ ഡിപ്ലോയിഡ് എക്സെൽസ് എംബ്രിയോ ആയിട്ട് മാറും വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഇതാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡിപ്ലോയിഡ് എക്സെൽ ഉണ്ടാവുന്നതെന്ന് പറയട്ടെ. നമ്മുടെ സിട്രസ്, ചില മാംഗോ വെറൈറ്റീസിൽ നമ്മുടെ ഇൻഡെഗുമെൻറ്റിൻ്റെ ഉള്ളിലുള്ള ഈ ന്യൂസെല്ലാർ സെൽസ് ഉണ്ട്, അത് ഡിപ്ലോയിഡാണ്. ഇതാണ് ഡിപ്ലോയിഡ് എക്സെല്ലായിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എംബ്രിയോസാക്കിനെ സറൗണ്ട് ചെയ്യുന്ന, എംബ്രിയോസാക്കിന് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്ലോയിഡ് ന്യൂസെല്ലാർ സെൽസ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഡിപ്ലോയിഡ് എക്സെല്ലായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇത് എംബ്രിയോസാക്കിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തുളച്ച് കയറും, പ്രൊട്രൂഡ് ചെയ്യും. എന്നിട്ടത് എംബ്രിയോ ആയിട്ട് മാറും. ഈ സെൽസ് എംബ്രിയോ ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെല്ല് മാത്രമല്ല ഇങ്ങോട്ട് തുളച്ച് വരുന്നത്, കുറേ ന്യൂസെല്ലാർ സെൽസ് ഇങ്ങോട്ട് വരും ഇങ്ങനെയുള്ള സമയങ്ങളിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു എംബ്രിയോ അല്ല ഉണ്ടാവുക, പോളി എംബ്രിയോസ് കാണപ്പെടും, മെനി എംബ്രിയോസ് കാണപ്പെടും. അപ്പോൾ അപ്പോമിക്സിസ് വഴി നമുക്ക് എന്തുണ്ടാക്കാം? മെനി എംബ്രിയോസ് പ്രൊഡ്യൂസ് ചെയ്യാം. ആ കണ്ടീഷനെ പറയുന്ന പേരാണ് പോളി എംബ്രിയോണി. വാട്ട് ഈസ് മെൻ ബൈ പോളി എംബ്രിയോണി? പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ എന്താണ് പോളി എംബ്രിയോണി? പോളി എംബ്രിയോണി ഉണ്ടാകുന്നത് അപ്പോമിക്സിസ് വഴിയാണ്. എന്താണ്? അപ്പോൾ അതാണ് രണ്ടും ഒരുമിച്ച് ഒരേ ടേംസ് വരുന്നതാണ്. രണ്ടും ഒരു കോയിൻ്റെ രണ്ട് പുറം എന്ന് പറയുന്ന പോലെയുള്ളതാണ്. ഓക്കെ, പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ എന്താണ്? പോളി എംബ്രിയോണി ഈസ് ദ ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ, ഒന്നിലും കൂടുതൽ. സാധാരണയായിട്ട് ഒരു എംബ്രിയോ ആണ് ഉണ്ടാവുക അല്ലേ? ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ, ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ ഒരു എംബ്രിയോ, ഒരു സൈഗോട്ട് ഉണ്ടാവുക. പക്ഷേ ഇങ്ങനെയുള്ള ചെടികളിൽ ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡിൽ മോർ ദൻ, സാധാരണയായിട്ട് ഒരു സീഡിൽ ഒരു എംബ്രിയോ കാണപ്പെടുക, മോർ ദൻ എംബ്രിയോ കാണപ്പെടും. ഇതിനെയാണ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയല്ലോ? എന്താ അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ? എവേ ഫ്രം മിക്സിക്സ് എന്നാണ്. പ്രൊഡക്ഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് നോൺ ആസ് അപ്പോമിക്സിസ്. എങ്ങനെയാണ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ? ഫെർട്ടിലൈസേഷൻ ഇല്ലാത്ത സീഡ് ഉണ്ടാക്കുക. ആ ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ട് സീഡ് ഉണ്ടാക്കുമ്പോൾ ആ സീഡിൽ കുറേ എംബ്രിയോസ് ഉണ്ടാക്കും. ആ അപ്പോമിക്സിസ് വഴി സീഡ് ഉണ്ടാകുമ്പോൾ കുറേ എംബ്രിയോസ് ഉണ്ടാവും. അപ്പോൾ ആ കണ്ടീഷന് പറയുന്ന പേരാണ് പോളി എംബ്രിയോണി. അപ്പോൾ അപ്പോമിക്സിസ് വഴിയാണ് പോളി എംബ്രിയോണി ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അപ്പോമിക്സിസ് വഴി ഫെർട്ടിലൈസേഷൻ നടക്കാണ്ട് സീഡ് ഉണ്ടാകുന്നത്? ഓക്കെ, ഡിപ്ലോയിഡ് എക്സെൽ ഡയറക്ട്ലി കൺവേർട്ടഡ് ഇൻ ടു എംബ്രിയോ. അതാണ് ഫസ്റ്റ് പറഞ്ഞ സെൻറ്റൻസ്. അതായത് ഡിപ്ലോയിഡ് എക്സെൽ ഈസ് ഫോംഡ് വിത്തൗട്ട് റിഡക്ഷൻ ഡിവിഷൻ. റിഡക്ഷൻ ഡിവിഷൻ ഒന്നും നടക്കാണ്ട് ഉണ്ടായിട്ടുള്ള, സാധാരണയായിട്ട് എക്സെല് ആക്ട് ആയി, നമ്മളെ എക്സെൽ എന്ന് പറയുന്നത്
എന്താണ് ഹാപ്ലോയിഡ് ആണ് അല്ലേ, മിയോസിസ് കഴിഞ്ഞിട്ടുണ്ടാവുന്നത്. പക്ഷേ ഡിപ്ലോയിഡ് എഗ് സെൽസ് വിച്ച് ആർ ഫോംഡ് വിത്തൗട്ട് മിയോട്ടിക് ഡിവിഷൻ എന്ത് ചെയ്യും, ഡെവലപ്ഡ് ഇൻ ടു എംബ്രിയോ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അതാണ് അപ്പോമിക്റ്റിക് സീഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡിപ്ലോയിഡ് എഗ് സെൽ, ആരാണ് ഡിപ്ലോയിഡ് എഗ് സെൽ ആവുക, ന്യൂസെല്ലാർ സെൽസ്. ഡിപ്ലോയിഡ് ന്യൂസെല്ലാർ സെൽസ് ബിക്കം ഡിപ്ലോയിഡ് എഗ് സെൽ ആൻഡ് വിച്ച് ഈസ് പ്രൊട്രൂഡ് ഇൻ ടു എംബ്രിയോ സാക്ക്. ഓക്കെ, എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലേക്ക് പോവും. എന്നിട്ട് അവിടെ പോയിട്ട് ഈ ഡിപ്ലോയിഡ് എഗ് സെല്ലൊക്കെ എംബ്രിയോ ആയിട്ട് മാറും. സോ സച്ച് ഓവ്യൂൾസ് കണ്ടെയ്ൻ മോർ ദാൻ വൺ എന്നൊന്നും പറയണ്ട, മെനി എംബ്രിയോസ്. ആൻഡ് ദ ഒക്യുറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോസ് ഇൻ എ ഓവ്യൂൾ ഈസ് നോൺ ആസ് പോളി എംബ്രിയോണി. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. പാർത്തനോകാർപ്പി, ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. പാർത്തനോജെനിസിസ്, ഫോർമേഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഫ്രം അൺഫെർട്ടിലൈസ്ഡ് എഗ് ഓർ ഫിമെയിൽ ഗ്യാമേറ്റ്. ആൻഡ് അപ്പോമിക്സിസ്, പ്രൊഡക്ഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ട് സീഡ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ട് സീഡ് ഉണ്ടാക്കുമ്പോൾ ആ സീഡിൽ കുറേ എംബ്രിയോസ് ഉണ്ടാവും. അതെങ്ങനെ ആ കുറേ എംബ്രിയോസ് ഉണ്ടാവുന്ന ആ കണ്ടീഷനെ പറയുന്ന പേരാണ് പോളി എംബ്രിയോണി. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? സാധാരണ ഒരു ഓവ്യൂളിൻ്റെ ഉള്ളിൽ ഫെർട്ടിലൈസേഷൻ മിയോസിസ് വഴി ഒരു എഗ്ഗാണ് ഉണ്ടാവുക. ഇവിടെ ന്യൂസെല്ലാർ സെൽസ്, ഇൻറ്റഗ്യുമെൻസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഡിപ്ലോയിഡ് ന്യൂസെല്ലാർ സെൽസ്, കുറേ ഡിപ്ലോയിഡ് ന്യൂസെല്ലാർ സെൽസ് എന്തായിട്ട് ആക്ട് ചെയ്യും, ഡിപ്ലോയിഡ് എഗ് സെല്ലായിട്ട് ആക്ട് ചെയ്തിട്ട് വിച്ച് ഈസ് പ്രൊട്രൂഡ് ഇൻ ടു ദ എംബ്രിയോ സാക്ക് വോൾ. എംബ്രിയോ സാക്കിൻ്റെ വോളിനുള്ളിൽ കൂടെ എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലേക്ക് അത് എത്തും. അപ്പോൾ കുറേ ഡിപ്ലോയിഡ് എഗ് സെൽസ് എവിടെ ഉണ്ടാവും, എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഈ ഡിപ്ലോയിഡ് എഗ് സെൽ ഈസ് ഡെവലപ്ഡ് ഇൻ ടു എന്തായിട്ട് മാറും, ദിസ് ഡിപ്ലോയിഡ് എഗ് സെൽ ഈസ് എന്തായിട്ട് മാറാം, ഡിപ്ലോയിഡ് എഗ് സെല്ല് എന്തായിട്ട് മാറും, ഹാപ്ലോയിഡ് എഗ് സെല്ലല്ല. ഹാപ്ലോയിഡ് എഗ് സെല്ലിൻ്റെ കൂടെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണ് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവുക. ഇവിടെ ഓൾറെഡി ഡിപ്ലോയിഡ് എഗ് സെല്ല, അതിന് ഫെർട്ടിലൈസേഷൻ നടക്കേണ്ട ആവശ്യമില്ല. ആ ഡിപ്ലോയിഡ് എഗ് സെല്ല് ഡയറക്റ്റ്ലി സീഡായിട്ട് മാറും. ഓക്കെ, അങ്ങനെയുള്ള സീഡിൽ അപ്പോൾ എന്തുണ്ടായിരിക്കും, ഡിപ്ലോയിഡ് മോർ ദാൻ വൺ എംബ്രിയോസ് ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. എന്താണ് ന്യൂസെല്ലാർ സെൽസ് ബിക്കം nuclear cells surrounding the embryo sac divide and protrude into the embryo sac to form embryos. ഓക്കെ, എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അതാണ് എംബ്രിയോ ആയിട്ട് മാറുക. അപ്പോൾ അങ്ങനെയുള്ള ഓവ്യൂൾസിൽ എന്തുണ്ടായിരിക്കും, ഫെർട്ടിലൈസേഷൻ നടക്കാണ്ട് ഉണ്ടായിട്ടുള്ള സീഡുള്ള അപ്പോമിക്റ്റിക് സീഡുള്ള ചെടികളുണ്ടാവുമല്ലോ, അവരുടെ ഓവ്യൂളിൽ കുറേ എംബ്രിയോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓവ്യൂളിൽ നിന്ന് അല്ല സീഡ് ഉണ്ടാവുന്നത്. എവിടെ നിന്നാണ് സീഡ് ഉണ്ടാവുന്നത്, ഓവ്യൂളിൽ നിന്ന് സീഡ് ഉണ്ടാവുന്നു. പക്ഷേ ആ സീഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഫെർട്ടിലൈസേഷന് ശേഷമാണ് സാധാരണ ഓവ്യൂളിൽ നിന്ന് സീഡ് ഉണ്ടാവുന്നത്. പക്ഷേ സീഡ് ഉണ്ടാകുന്നു വിത്തൗട്ട് ഫെർട്ടിലൈസേഷനാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഡിപ്ലോയിഡ് എഗ് സെൽ ഇൻ ദ ന്യൂസെല്ലാർ സെൽസ് ഈസ് ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, പ്രൊട്രൂഡ് ഇൻ ടു ദി എംബ്രിയോ സാക്ക് ആൻഡ് വിച്ച് ആക്ട് ആസ് എംബ്രിയോസ്. സോ ഇങ്ങനെ ഉണ്ടാവുന്ന സീഡിൽ മെനി എംബ്രിയോസ് ഉണ്ടായിരിക്കും ഓവ്യൂളിൽ. ഈ ഒക്യുറൻസ് ഓഫ് മോർ ദൻ വൺ എംബ്രിയോ ഈസ് നോൺ ആസ് ദി പോളി എംബ്രിയോണി. ഓക്കെ, അപ്പോൾ പോളി എംബ്രിയോണി ഉണ്ടാവാൻ കാരണം എന്താണ്, അപ്പോമിക്സിസ് ആണ്. ക്ലിയർ ആയി അല്ലേ. അപ്പോൾ എന്താണ് പാർത്തനോജെനിസിസ്, അപ്പോമിക്സിസ്, പോളി എംബ്രിയോണി ക്ലിയർ ആയിട്ടുണ്ട്. എങ്ങനെ പോളി എംബ്രിയോണി ഉണ്ടായി, അപ്പോമിക്സിസ് ഉണ്ടാവുന്നത് ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷനാണ്. എങ്ങനെയാണ് അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത സീഡ് ഉണ്ടായിട്ടുള്ളത്, ഡിപ്ലോയിഡ് എഗ് സെൽ ഇൻ ദ ന്യൂസെല്ലാർ cells protrude into the embryo sac and which later become embryos. അപ്പോൾ സീഡ് വിത്ത് മെനി എംബ്രിയോസ്, അങ്ങനെയുള്ള കണ്ടീഷന് പറയുന്ന പേരാണ് പോളി എംബ്രിയോണി. ഓക്കെ, ക്ലിയർ. ഓക്കെ, സിട്രസ് ആൻഡ് മാംഗോ, സം സ്പീഷീസ് ഓഫ് മാംഗോയാണ് എക്സാമ്പിൾസ്. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് അപ്പോമിക്സിസ് in hybrid seed
ഇൻഡസ്ട്രി. നമ്മളറിയാം ഹൈബ്രിഡ് സീഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. നല്ല ഒരു ഡിസൈറബിൾ ക്യാരക്ടേഴ്സുള്ള ഒരു മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റും എടുക്കും. ആ ഫീമെയിൽ പ്ലാന്റിലെ ഫീമെയിൽ ഫ്ലവർ ഉണ്ട് അല്ലേ, ആ ഫീമെയിൽ ഫ്ലവറിലെ ഏന്തർ ഉണ്ടെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ അതിലെ ഏന്തറിനെ റിമൂവ് ചെയ്യും, ഇമാസ്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഡിസൈർ ആയിട്ടുള്ള ക്യാരക്ടറുള്ള മെയിൽ പ്ലാന്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പോളൻ ഗ്രെയിൻസ് വന്നിട്ട് ഡസ്റ്റ് ചെയ്യും, കവർ ചെയ്ത് ഫ്രൂട്ട് സെറ്റ് ഉണ്ടായിട്ട് സീഡ് കുഴിച്ചിട്ടിട്ടാണ് കുഴിച്ചിടും അല്ലേ. അങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ ഹൈബ്രിഡ് പ്ലാന്റ് ഉണ്ടാവുന്നത്. അങ്ങനെ നടത്തിയ ഹൈബ്രിഡ് പ്ലാന്റിൽ എന്തുണ്ടായിരിക്കും, നമ്മൾ വിചാരിച്ച ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ആ ഹൈബ്രിഡ് പ്ലാന്റിൽ നിന്നുള്ള സീഡ് കുഴിച്ചിട്ടുണ്ടാകുന്ന ചെടിക്ക് പ്ലാന്റിന് ഹൈബ്രിഡ് പ്ലാന്റിൻ്റെ അതേ ക്യാരക്ടേഴ്സ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഉണ്ടാവാതിരിക്കാൻ കാരണം എന്താണ്? ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ടാകുന്ന കുട്ടികളിൽ ആ ക്യാരക്ടേഴ്സ്, അതായത് ഈ ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ടായി. ആ ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ സീഡ്, ഹൈബ്രിഡ് വെറൈറ്റീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ചെടിയാണ്. അതിൻ്റെ സീഡ് ഉണ്ടായി, ഇതൊക്കെ നടന്നിട്ട് ഫെർട്ടിലൈസേഷനൊക്കെ. പക്ഷേ ആ സീഡ് കുഴിച്ചിട്ടാൽ സെഗ്രിഗേഷൻ നടന്നിട്ടുള്ളതുകൊണ്ട്, അതായത് ഫാക്ടേഴ്സ് മേക്കിംഗ് എ പെയർ ഈസ് സെഗ്രിഗേറ്റഡ് ഡ്യൂറിങ് ഗ്യാമേറ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞു അല്ലേ. ഗ്യാമേറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് സെഗ്രിഗേഷൻ നടന്നെങ്കിൽ ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മളെ ഹൈബ്രിഡ് സീഡ് മുളപ്പിച്ചിട്ടുണ്ടാവുന്ന സീഡിൽ നിന്ന് വരണമെന്നില്ല. ഓക്കെ, ക്യാരക്ടേഴ്സിൻ്റെ സെഗ്രിഗേഷൻ നടന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു നഴ്സറിയിൽ നിന്ന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മേടിച്ച് നട്ട ഹൈബ്രിഡ് വെറൈറ്റി നിന്നുള്ള സീഡ് കുഴിച്ചിടുമ്പോഴുള്ള സീഡിന് നമ്മൾ കോസ്റ്റ്ലി ആയിട്ട് മേടിച്ച ആ ഹൈബ്രിഡ് വെറൈറ്റീൻ്റെ ഗുണങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? ഈ ഇനം ചെടി വീണ്ടും കിട്ടണമെങ്കിൽ വീണ്ടും പോയിട്ട് മേടിക്കേണ്ടി വരും. നമ്മൾ വീട്ടിലുള്ള ഹൈബ്രിഡ് വെറൈറ്റീൻ്റെ സീഡ് കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കർഷകർക്ക് ഒരു ക്രോപ്പൊക്കെ മാംഗോ തോട്ടം ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ, കശുമാവിൻ തോട്ടമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയാവുമ്പോൾ ഭയങ്കര നഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെയുള്ള ഹൈബ്രിഡിനെ നമ്മൾ അപ്പോമിക്റ്റിസ് വഴി ഉണ്ടാക്കുകയാണെങ്കിൽ സെഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ഹൈബ്രിഡ് പ്രോജനി എന്നുള്ള ആ ഒരു പ്രോബ്ലം ഉണ്ടാകില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ. അതായത് ഫാമേഴ്സ് ഭയങ്കര കോസ്റ്റ്ലിയാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റീസിനെ മേടിക്കാൻ. അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ യങ് ജനറേഷൻ ഉണ്ടാക്കാനായിട്ട് അവരെ സീഡ് കുഴിച്ചിട്ടാൽ അത് ഉണ്ടാവണമെന്നില്ല. ഹൈബ്രിഡിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ടാകുന്നതിൻ്റെ കാരണം ലോ ഓഫ് സെഗ്രിഗേഷൻ അല്ലേ. അതായത് ഫാക്ടേഴ്സ് മേക്കിംഗ് എ പെയർ ഈസ് സെഗ്രിഗേറ്റഡ് ഡ്യൂറിങ് ഗ്യാമേറ്റ് ഫോർമേഷൻ, മിയോസിസ് നടക്കുമ്പോൾ ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാ വർഷവും ഈ പ്ലാന്റ് ഹൈബ്രിഡ് വന്ന് മേടിച്ച് ഇങ്ങനെ പ്ലാന്റ് ചെയ്യാന്ന് പറയുന്നത് കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമ്മൾ ഈ ഹൈബ്രിഡ് വെറൈറ്റീസ് അപ്പോമെക്റ്റിക് വഴിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോമെക്റ്റിക് വഴിയുള്ള സീഡ് നമ്മൾ ഹൈബ്രിഡ്സ് അപ്പോമെക്റ്റിക്സ് വഴി ഉണ്ടാക്കുകയാണെങ്കിൽ, അപ്പോമെക്റ്റിക്സ് എന്നുള്ള പ്രോസസ്സ് വഴി ഹൈബ്രിഡ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ, അപ്പോൾ ദർ ഈസ് നോ സെഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് നടക്കുന്നില്ല ഹൈബ്രിഡ് പ്രോജനിയിൽ. സോ ഹൈബ്രിഡ് സീഡ് വഴിയും, അതായത് നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീൻ്റെ അപ്പോമെക്റ്റീവ് വഴി സീഡ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താണ്, ലോ ഓഫ് സെഗ്രിഗേഷൻ എന്നുള്ള പ്രോബ്ലം ഉണ്ടാവുന്നില്ല. അതേ ക്യാരക്ടേഴ്സുള്ള അതിൻ്റെ ഏത് സെല്ലിൽ നിന്ന് നടക്കുന്നത്, വെജിറ്റേറ്റീവ് സെല്ലിൽ നിന്ന് നടക്കുന്നത് അതേ ക്യാരക്ടേഴ്സുള്ള പ്രോജനീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അപ്പോമെക്റ്റിക് സീഡ് ഉപയോഗിക്കുകയാണെങ്കിൽ സെഗ്രിഗേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ഹൈബ്രിഡ് പ്രോജനി ഉണ്ടാവില്ല. സോ നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഹൈബ്രിഡ് ക്രോപ്പിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ട് ഫാമേഴ്സിന് കൃഷി ചെയ്യാൻ പറ്റും, പുതിയ ക്രോപ്പ് ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ events, plant structure and events in flowering plants. ഓക്കെ, എല്ലാ പാർട്സും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ലാസ്റ്റ് പാർട്ടാണ്. നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് കാണാം. ഓക്കെ.